ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിലെ ബാക്കി പോർഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അയോണിക് ബോണ്ട്, ഫയാൻസ് റൂൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇന്ന് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് കോവാലൻ ബോണ്ട്, ദെൻ VSEPR തിയറി, വാലൻസ് ബോണ്ട് തിയറി, ഹൈബ്രിഡൈസേഷൻ, ദെൻ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഇനി ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? then എന്താണ് കോവാലൻ ബോണ്ട്? യെസ്, കോവാലൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആറ്റങ്ങൾക്കിടയിൽ ഇലക്ട്രോൺസിന്റെ ഷെയറിംഗ് ആണ് നടക്കുക, അല്ലേ? ഒന്നെങ്കിൽ എന്താ പറയാ, ഒരു പെയർ ഇലക്ട്രോൺ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് പെയർ ഇലക്ട്രോൺ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ മൂന്നെണ്ണം ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ അതിനനുസരിച്ച് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഹൈഡ്രജൻ അല്ലെങ്കിൽ H2 മോളിക്കൂൾ എടുക്കുകയാണെങ്കിൽ അവയ്ക്കിടയിൽ ഏത് ടൈപ്പ് ബോണ്ടാണ്? സിംഗിൾ ബോണ്ടാണ്, അല്ലേ? അതായത് ആ ഹൈഡ്രജൻ ഓരോ ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ഓക്സിജൻ ആണെങ്കിലോ? ഓക്സിജൻ ആണെങ്കിൽ അവിടെ ഡബിൾ ബോണ്ടാണ് വരുന്നത്. അതേപോലെ ഇനി നൈട്രജൻ ആണെങ്കിൽ നൈട്രജൻ മോളിക്കൂളിൽ എങ്ങനെ നടക്കുന്നത്? N2-ലാണെങ്കിൽ അവിടെ N ട്രിപ്പിൾ ബോണ്ടാണ് അതിൽ കാണപ്പെടുന്നത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു ചോദിച്ചാല് നമ്മള് ഒക്ടറ്റ് റൂള് പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇതിന്റെ വാലൻസ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവര് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം ഒരു ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ ആ ഓക്സിജന്റെ വാലൻസ് എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? ഓക്സിജന്റെ വാലൻസി നമുക്കറിയാം 6 അല്ലേ? അതായത് ഔട്ടർ ഷെല്ലില് 6 ഇലക്ട്രോൺസ് ആണ് ഓക്സിജന് ഉള്ളത്. അപ്പോ ഇത് 8 തികയ്ക്കാൻ വേണ്ടിയാണ് ഇത് നോക്കുന്നത്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? വേറൊരു ഓക്സിജൻ അതിനും ഇതേപോലെ ഔട്ടർ ഷെല്ലില് 6 ഇലക്ട്രോൺസ് ഉള്ളൂ. ഇവർ തമ്മിൽ ഈ 2 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇവർ തമ്മിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടും. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒന്നാമത്തെ ഓക്സിജന് ശരിക്കും 8 ഇലക്ട്രോൺസ് കിട്ടി, അതേപോലെ രണ്ടാമത്തെ ഓക്സിജനും 8 ഇലക്ട്രോൺസ് കിട്ടി, ഇല്ലേ? അപ്പൊ അങ്ങനെ ഇവര് ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് ഇവരെന്തായി സ്റ്റേബിൾ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പൊ അതിനു വേണ്ടിയാണ് ഇവര് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഓരോന്ന് നോക്കാം. ഒന്ന്, പൊതുവെ ഈ കോവാലൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഇവർ കാണപ്പെടുന്നത് എങ്ങനെയാണ്? മെജോറിറ്റിയും ഗ്യാസസ് അല്ലെങ്കിൽ ലിക്വിഡ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ചിലത് സോഫ്റ്റ് സോളിഡ്സ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ നമുക്കറിയാം അല്ലെങ്കിൽ ഈ കോവാലൻ കോമ്പൗണ്ട്സുകൾ സ്വാഭാവികമായിട്ടും ഇവർ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് അതുപോലെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. ഓക്കെ, കാരണം എന്താ ചോദിച്ചാൽ ഇവർക്കിടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് വളരെ വീക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കുറവാണ്. അതേസമയം അയോണിക് ബോണ്ട് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവയ്ക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആണ്. കാരണം അവർ തമ്മിലുള്ള ആ ഫോഴ്സ് വളരെ സ്ട്രോങ് ആണ്. ഇനി പുവർ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, ദെൻ സൊലൂബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഓർഗാനിക് സോൾവെന്റിലാണ് ഇത് സൊലൂബിൾ ആയി വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കോവാലൻ കോമ്പൗണ്ട്സുകൾ പൊതുവെ സൊലൂബിൾ ഏതിലാണ്? ഓർഗാനിക് സോൾവെന്റിലാണ്. അതേസമയം വാട്ടറിൽ ഇൻസൊലൂബിൾ ആണ്. ഓക്കെ, ദെൻ ബോണ്ട് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിലോ? ബോണ്ട് സ്ട്രെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, സിംഗിൾ ബോണ്ട് ഉണ്ട്. അതിൽ ഏറ്റവും സ്ട്രോങ് ഏതാണ്? ട്രിപ്പിൾ ബോണ്ട് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഡബിൾ ബോണ്ട്, അല്ലെങ്കിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? സിംഗിൾ ബോണ്ട് ആണ്. ഓക്കെ, ബോണ്ട് സ്ട്രെങ്ത് നോക്കുക. അതായത് ഇപ്പോ N2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്താണ്? ട്രിപ്പിൾ ബോണ്ട് ആണ്, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഏറ്റവും സ്ട്രെങ്ത് അല്ലെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് കൂടിയത് ആർക്കായിരിക്കും? N2-നാണ്. ഓക്കെ, നമ്മളിപ്പോ ഓക്സിജൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓക്സിജന്റെ ബോണ്ട് സ്ട്രെങ്ത് N2-നെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. കാരണം ഇവിടെ ഉള്ളൂ? ഡബിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ O2-ല്. ഓക്കെ, അതിനി H2 ആണെങ്കിൽ അല്ലെങ്കിൽ Cl2 ആണെങ്കിൽ അതിലൊക്കെ ഉള്ളൂ? ജസ്റ്റ് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ട് അവരുടെ ബോണ്ട് സ്ട്രെങ്ത് കുറവായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത് ഇതിന്റെ ഡയറക്ഷനാലിറ്റി ആണ്. ഇത് ഡയറക്ഷനിലാണ്. ഓക്കെ അല്ലേ? കോവാലൻ ബോണ്ട്സ് ആർ ഡയറക്ഷണൽ. അതായത് സ്വാഭാവികമായിട്ട് ആ ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ കോവാലൻ കോമ്പൗണ്ട്സിന് ഓരോ ഷേപ്പുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ കോമ്പൗണ്ട്സിനും ഓരോ ഷേപ്പ് വരുന്നുണ്ട്. ഓക്കെ, അത് ഇതിന്റെ ഡയറക്ഷണൽ നേച്ചർ കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഡെഫിനിറ്റ് ഷേപ്പുകളൊക്കെ കിട്ടുന്നത്.
അതേസമയം നമ്മൾ അയോണിക് കോമ്പൗണ്ട്സിനെ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അവ എന്താണ്? അത് നോൺ ഡയറക്ഷണലാണ് അല്ലേ? ജസ്റ്റ് ഈ പോയിന്റുകളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ദെൻ അടുത്തത് കോർഡിനേറ്റ് ബോണ്ട്. എന്താണ് കോർഡിനേറ്റ് ബോണ്ട്? യെസ്, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോവാലന്റ് ബോണ്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താ ചോദിച്ചാൽ, ഇവിടെ ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്ന ആരാണ്? ബോത്ത് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ബൈ, അല്ലെങ്കിൽ ഒരാൾ മാത്രം, അല്ലെങ്കിൽ എന്ത് ഒരൊറ്റ ആറ്റം മാത്രമായിരിക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അത് രണ്ടുപേര് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. അതിൽ ശരിക്കും എന്തൊരു കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ ഇവർ തമ്മിൽ എന്ത് വേണം? രണ്ടുപേരും ഒരേപോലെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യണം. അതേസമയം കോർഡിനേറ്റ് ബോണ്ട് ആണെങ്കിൽ അതിൽ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുക ആരാണ്? അത് ഒരു ആറ്റം മാത്രമായിരിക്കും ഇലക്ട്രോൺ ഷെയർ ചെയ്യുക. ഓക്കെ, അതിനെയാണ് ഡോണർ ആറ്റം എന്ന് പറയും. അത് ആക്സെപ്റ്റ് ചെയ്യണ ആളുണ്ടാവുമല്ലോ, അതിനെയാണ് ആക്സെപ്റ്റർ ആറ്റം എന്നൊക്കെ പറയുന്നത്. ഒരു എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ അമോണിയം അയോൺ. അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ NH4+ ആണല്ലോ അമോണിയം അയോൺ. അതെങ്ങനെ ഫോം ചെയ്തത്? നിങ്ങൾ നോക്കൂ, അതായത് അമോണിയം ദെൻ H+ കൂടി മിക്സ് ചെയ്തിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കോർഡിനേറ്റ് ബോണ്ടിലൂടെയാണ് NH4+ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, NH3 അതിലെന്ത് വാലൻസ് അല്ലെങ്കിൽ ലോൺ പെയർ ഇല്ലേ? NH3 ഒരു ലോൺ പെയർ ഉണ്ട്. ഓക്കെ, ഒരു ലോൺ പെയർ ഇലക്ട്രോൺ എവിടെ ഉണ്ട്? നമ്മുടെ അമോണിയയിലുണ്ട്, അല്ലെങ്കിൽ നൈട്രജനിലുണ്ട് ഇല്ലേ? ഇനി ഇവിടെ H+ നോക്കുകയാണെങ്കിൽ, H+ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ ഇലക്ട്രോൺ ഉണ്ടോ? H+ പറഞ്ഞാൽ അതിൽ ഇലക്ട്രോൺ ഇല്ല. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് ശരിക്കും സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ 2 ഇലക്ട്രോണെ കിട്ടണമല്ലോ. അപ്പോ നമ്മുടെ ഈ NH3 ഈ ലോൺ പെയർ എന്ത് ചെയ്യും? ഇത് നേരെ നമ്മുടെ H+ കൊടുക്കും. ഓക്കെ, അപ്പൊ NH3 ഇതിലെ 2 ഇലക്ട്രോൺസ് ആർക്ക് കൊടുക്കും? H+ കൊടുക്കും. അങ്ങനെ എന്ത് NH4+ ആയി. അതായത് ഇവിടെ കോർഡിനേറ്റ് ബോണ്ടാണ് ഫോം ചെയ്തത്. മനസ്സിലായോ? അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കുക, കോർഡിനേറ്റ് ബോണ്ട് പറഞ്ഞാൽ ജസ്റ്റ് എന്തേ ഉള്ളൂ, ഇവിടെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നതാണ്. പക്ഷെ ആ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണൊക്കെ ആരായിരിക്കും കൊടുക്കുക? ഒരാറ്റം മാത്രമേ അത് ഡൊണേറ്റ് ചെയ്യുന്നത്, മറ്റേ ആളത് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ്, നമുക്കറിയാം പോളാർ കോമ്പൗണ്ട്സും അതുപോലെ നോൺ പോളാർ കോമ്പൗണ്ട്സും. ഓക്കെ, അതെന്താണ്? അതായത് ഇപ്പൊ നമ്മൾ HCl കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, HCl ഇവിടെ ക്ലോറിൻ എന്താണ്? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്, ആണല്ലോ. നമ്മൾ അതുപോലെ H-നും Cl കമ്പയർ ചെയ്യുമ്പോൾ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ് നമ്മുടെ ക്ലോറിന്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ ഇലക്ട്രോൺസിനെ ഷെയറിംഗ് ആണല്ലോ, അല്ലേ? അപ്പൊ ഇതിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാരണം, അല്ലെങ്കിൽ ക്ലോറിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാരണം ഇവിടുത്തെ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഈ ക്ലോറിന്റെ അടുത്തോട്ട് ഒരു എന്തുണ്ടാവും? ഒരു വലിവ് വരും. അതായത് സ്വാഭാവികമായിട്ടും ഈ Cl- അവിടെ എന്ത് ഒരു നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. അതേപോലെ നമുക്ക് എന്ത് ഈ Hന്റെ അവിടെ ഒരു പോസിറ്റീവ് ചാർജും അവിടെ ഫോം ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോ നമുക്കറിയാം, നമ്മൾ ഡൈപോൾ മൊമെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അതായത് ഇവിടെ ശരിക്കും എന്താണ്, ഒരു ഡൈപോൾ പോലെ ഇവിടെ ഫോം ചെയ്തു അല്ലേ? അങ്ങനെ 2 പൊളാരിറ്റി എന്ത് ഫോം ചെയ്തു. അപ്പൊ അങ്ങനെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ് എന്ത്? പോളാർ കോമ്പൗണ്ട്സ്. ഓക്കെ, ഇനി നമ്മളിപ്പോ CO2 എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കൂ, CO2 ഇവിടെ നമുക്കറിയാം ഇലക്ട്രോ നെഗറ്റീവ് ആരാണ്? സീനെയും ഓനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോ നെഗറ്റീവ് ആരാണ്? ഓക്സിജൻ ആണ് അല്ലേ? അപ്പൊ ഇവിടെ വലിവ് ഉണ്ടാകുക എങ്ങോട്ട് തന്നെയാണ്? ഓക്സിജന്റെ അടുത്തോട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇവിടെ എന്താ 2 ഭാഗത്തോട്ടും ഇവിടെ എന്ത് ഇതിന്റെ ആ എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്തായിട്ട് വരും? അല്ലെങ്കിൽ മ്യൂ എന്തായിട്ട് വരും? 0 ആണ് വരിക. ഓക്കെ അല്ലേ? അപ്പോ ജസ്റ്റ് ഈ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇങ്ങനത്തെ ഡൈപോൾ മൊമെന്റ് 0 ഉള്ള കോമ്പൗണ്ടുകളാണ് എന്ത്? നോൺ പോളാർ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം പോളാർ കോമ്പൗണ്ടുകളാണെങ്കിൽ അവയ്ക്ക് എന്തുണ്ടാവും? അത് എന്തുകൊണ്ട് അവിടെ ഫോം ചെയ്യുന്നത് ചോദിച്ചാൽ, അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിന്റെ ഡിഫറൻസ് നമുക്ക് എന്ത് പൊതുവെ കാണപ്പെടുന്നുണ്ട്. അത് നല്ല ഒരു മോഡറേറ്റ് ലെവലിലെങ്കിലും എന്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആ ഡിഫറൻസ് കാണാൻ പറ്റും. അതേസമയം നോൺ പോളാർ കോമ്പൗണ്ട് ആണെങ്കിൽ മേ ബി അതെന്താവാം, ഇലക്ട്രോ നെഗറ്റിവിറ്റി നോക്കുകയാണെങ്കിൽ ആ ഡിഫറൻസ് ചിലപ്പോൾ 0 ആകാം, അല്ലെങ്കിൽ വളരെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഇനി ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ, പോളാർ കോമ്പൗണ്ട്സ് നമ്മൾ പഠിച്ചു, അതെന്താണ്? നോൺ സീറോ വാല്യൂ ഉണ്ടാവും, ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അതേസമയം നോൺ പോളാർ ആണെങ്കിൽ അവരുടെ ഡൈപോൾ മൊമെന്റ് 0 ആണ് അല്ലേ? ഇനി സിമ്മട്രിക്ക് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്.
നമ്മൾ നേരത്തെ പറഞ്ഞ CO2 എടുക്കുകയാണെങ്കിൽ CO2 ശരിക്കും എന്താണ് സിമ്മട്രിക്കൽ അല്ലേ, ലീനിയർ കോമ്പൗണ്ട് ആണ് അല്ലേ. അപ്പൊ ഈ സിമ്മട്രി ഉള്ളത് കൊണ്ട് തന്നെ ഇവരെന്താ, അല്ലെങ്കിൽ നോൺ പോളാർ കോമ്പൗണ്ട്സ് മിക്കതും തന്നെയാണ് സിമ്മട്രിക്കൽ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവരുടെ ഡൈപ്ലോമെന്റ്, നെറ്റ് ഡൈപ്ലോമെന്റ് എന്തായി മാറിയത്, 0 ആയി മാറിയത്. അതേസമയം നമ്മളിപ്പോ H2O എടുക്കുകയാണെങ്കിൽ, H2O എടുക്കുകയാണെങ്കിൽ നോക്കൂ. ഓക്കെ, ഇവർ തമ്മിൽ ജസ്റ്റ് നോക്കൂ. അതായത് ഈ HO ഇവരെന്ത് ബെൻഡ് ഷേപ്പിലാണ് ഫോം ചെയ്തിട്ടുള്ളത് H2Oയില്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓക്സിജൻ ആണല്ലോ ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. അപ്പൊ ഈ ഡയറക്ഷനിലോട്ടായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ ഡൈപ്ലോമിന്റെ ആ ഒരു ഡയറക്ഷൻ ഉണ്ടാവുക. അതുപോലെ ഈ ഡയറക്ഷനിലോട്ട് എന്തുണ്ടാവും, ഒരു ഡൈപ്ലോമിന്റെ ഇതുണ്ടാവും. ദെൻ നമുക്കറിയാം H2Oയിൽ എന്തുണ്ട്, 2 ലോൺ പെയർ ഇല്ലേ, 2 ലോൺ പെയർ ഇലക്ട്രോൺസ് കിടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഹൈലി പോളാർ കോമ്പൗണ്ട് ആണ് ആര്, നമ്മുടെ H2O. ഓക്കെ അല്ലേ. ഇനി അതേസമയം നമ്മൾ CH4 എടുക്കുകയാണെങ്കിൽ CH4 നമുക്കറിയാം, CH4ന്റെ ഷേപ്പ് എന്താണ്, അത് ടെട്രാഹീഡ്രലാണ് അല്ലേ. അതായത് H ഇങ്ങനെ ടെട്രാഹീഡ്രൽ ഷേപ്പാണ് CH4ന്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ ശരിക്കും തന്നെയാണ്, ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് സിമ്മട്രിക്കൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതെന്ത് തന്നെയാണ്, ഇവർക്കും ഡൈപ്ലോമെന്റ് 0 ആണ് വരിക. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ദെൻ നമുക്ക് ഇനി വേറെ എക്സാമ്പിൾ, പോളാർ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NH3 എന്താണ്, അതൊരു പോളാർ കോമ്പൗണ്ട് ആണ്. അത് നോക്കാം, NH3യിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നു നോക്കിക്കോളൂ. NH ഓക്കെ, ഇങ്ങനെയുള്ള അതിന്റെ ഷേപ്പ് വരുന്നത്. ഇവിടെ ഒരു ലോൺ പെയറും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്, നമ്മുടെ ഡൈപോൾ ഡയറക്ഷൻ വരുന്നുണ്ട്, ഇങ്ങോട്ടും വരുന്നുണ്ട്. ദെൻ അതുപോലെ ഈ ലോൺ പെയർ കാരണം എന്തുണ്ടാവും, മുകളിലോട്ട് നമുക്ക് ഡൈപ്ലോമെന്റ് കിട്ടും. അങ്ങനെ ഒരു നെറ്റ് ഡൈപ്ലോമെന്റ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ. അതേപോലെ ഇനി HCl എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഇവിടെ ക്ലോറിൻ എന്താണ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, ഈ ഡയറക്ഷനിലോട്ട് നമുക്ക് ഡൈപ്ലോമെന്റ് കാണാൻ പറ്റും. അതുപോലെ ഇനി HF എടുക്കുകയാണെങ്കിലും ഇതും എന്താണ്, ഡൈപ്ലോമെന്റ് അവിടെ നോൺ സീറോ ആണ്, അല്ലെങ്കിൽ അതൊരു പോളാർ കോമ്പൗണ്ട് ആണ്. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ സൊലൂബിലിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ്, ഇത് വെള്ളത്തിൽ സൊലൂബിൾ ആണ്. അതുപോലെ നോൺ പോളാർ കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അത് ഏതിൽ മാത്രമേ സൊല്യൂബിൾ ഉള്ളൂ, അത് ബെൻസീൻ അല്ലെങ്കിൽ ഈതറിലൊക്കെയാണ്, അല്ലെങ്കിൽ ഓർഗാനിക് സോൾവെന്റിലേക്കാണ് ഈ നോൺ പോളാർ കോമ്പൗണ്ടുകൾ സൊല്യൂബിൾ ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോവാലന്റ് കോമ്പൗണ്ട് സൊല്യൂബിൾ എന്ന് പറഞ്ഞത് ഇവിടെ നോക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞത് നോൺ പോളാർ കോമ്പൗണ്ടിന്റെ കാര്യത്തിലായിരുന്നു. ശരിക്കും പോളാർ കോമ്പൗണ്ട് ആണെങ്കിൽ അത് വെള്ളത്തിൽ സൊല്യൂബിൾ ആണ്. അതേസമയം നോൺ പോളാർ കോമ്പൗണ്ട് ആണെങ്കിൽ അത് ഓർഗാനിക് സോൾവെന്റിൽ സൊല്യൂബിൾ ആണെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞത് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒക്ടിറ്റ് റൂള്, എന്താണ് ഒക്ടിറ്റ് റൂള് പറയുന്നത്? യെസ്, നമുക്കറിയാം ഒക്ടിറ്റ് റൂള് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരൊക്കെയാണ്, ലൂയിസും കോസെല്ലും ആണ്. അതായത് പറഞ്ഞത് എന്താ, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബാലൻസ് 8 ഇലക്ട്രോൺസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ആറ്റങ്ങൾ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടോ ഇവര് ആ ഒക്ടിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് എന്നാണ് ഇവര് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ അതാണ് നോക്കാം. ആറ്റം ടെൻ ടു ഗെയിൻ loss or share electron so as to have 8 electron in their outermost shell. ഓക്കെ, അതെന്തിനാണ് നമുക്കറിയാം, അത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവര് റിയാക്ഷനിൽ അല്ലെങ്കിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് O2ന്റെ എക്സാമ്പിൾ ഒക്കെ ജസ്റ്റ് നിങ്ങൾ അവിടെ ഓർത്ത് വെക്കുക. പിന്നെ ഒരു കാര്യം, ഈ ഒക്ടറ്റ് റൂൾ അത് യൂണിവേഴ്സൽ അല്ല. അതായത് എല്ലാ കോമ്പൗണ്ട്സിന്റെ കേസിലും ഇതെന്തല്ല, അത് ആക്യുറേറ്റ് ആയി കിട്ടിയില്ല. അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കത് നോക്കാം. അതായത് ഒന്നാമത്തെ ലിമിറ്റേഷൻ ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. അതായത് നമ്മളിപ്പോ BF3 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ BF3യിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സെൻട്രൽ ആറ്റ് ആരാണ്, ബോറോൺ ആണ് അല്ലേ. അപ്പൊ ഇവിടെ ബോറോണിന്റെ കേസിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഒക്ടറ്റ് തിയറി പ്രകാരം 8 ഇലക്ട്രോൺസ് വേണം ഈ ബോറോൺ ശരിക്കും കിട്ടണം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്രയേ ഉള്ളൂ ബോറോണിന്റെ കേസിൽ. യെസ്, ഇവര് ഷെയറിംഗിൽ ആണെങ്കിലും ഇവിടെ BF3യിൽ ബോറോണിന്റെ ചുറ്റും എത്രയേ ഉണ്ടാവുള്ളൂ, 6 ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നുള്ളൂ. അതേപോലെ നമ്മൾ BeCl2 എടുക്കുകയാണെങ്കിൽ
അവിടെ നമുക്കറിയാം ബെറിലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്ത് 2 ഇലക്ട്രോൺസും പിന്നെ ഈ ക്ലോറിന്റെ എന്ത് 7 ഇലക്ട്രോൺസുമായിട്ടാണല്ലോ ഇവര് ഷെയറിങ് നടക്കുന്നത്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബെറിലിയത്തിന് ചുറ്റും ശരിക്കും എന്ത് BeCl2 മൊത്തം 4 ഇലക്ട്രോൺസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ശരിക്കും അവിടെ എന്ത് ഒക്ടറ്റ് റൂള് വയലേറ്റ് ചെയ്തില്ലേ? ചെയ്തു. അതായത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് കാണിക്കുന്ന എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? BeCl2 അതുപോലെ BF3 ഒക്കെ. ഇനി അടുത്തതാണെന്ത്, ചില കോമ്പൗണ്ടുകൾക്ക് എന്താ പറയാ 8ൽ കൂടുതൽ ഇലക്ട്രോൺസ് അതിന് ചുറ്റും ഉണ്ടാവും. ആ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ചിലപ്പോൾ 10 ഉണ്ടാവും, അല്ലെങ്കിൽ 12 ഒക്കെ ഉണ്ടാവും. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. അതായത് SF6 എടുത്ത് നോക്കൂ. SF6 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇവര് ഇതിന് ചുറ്റും, ഇതിൽ സെൻട്രൽ ആറ്റം ആയിട്ടുള്ള സൾഫറിന് ചുറ്റും ശരിക്കും എന്ത് ഇവര് ബോണ്ടിങ്ങിൽ ഏർപ്പെടുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഏകദേശം എത്ര 12 ഇലക്ട്രോൺസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ഓക്കെ, അതായത് 8 ഉണ്ടാകുന്ന സ്ഥാനത്ത് 12 വന്നു. ഇനി PCl5 എടുത്ത് നോക്കൂ. PCl5 ആണെങ്കിൽ പിയുടെ വാലൻസി 5 ആണ്. അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയൂ, വാലൻസ് ഇലക്ട്രോൺ 5 വന്നുകൊണ്ട് തന്നെ ഇവർ ബോണ്ടിങ്ങിൽ ഏർപ്പെടുമ്പോൾ മൊത്തം 10 ഇലക്ട്രോൺസ് ആണ് എന്ത് പിന് ചുറ്റും കാണപ്പെടുന്നത്. ഇനി ഇവിടെ വേറൊരു കോമഡി എന്താ വെച്ചാൽ ഇവിടെ Xe4 കൺസിഡർ ചെയ്യുമ്പോൾ Xe ആരാണ്? നോബിൾ ഗ്യാസ് ആണ്. ഓൾറെഡി 8ഉള്ള നോബിൾ ഗ്യാസ് എന്തിന് എന്താ പറയാ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു ചോദിച്ചാൽ അതിന് ഉത്തരം ഇവിടെ ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ത് ഒക്ടറ്റ് റൂള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നോബിൾ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്? ചില റിയാക്ഷൻസ് പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ള Xe(F4) അവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കാണപ്പെടും? ഇവിടെയും ഒരുപാട് ഇലക്ട്രോൺസിനെ എന്ത് കാണപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? ദെൻ അപ്പൊ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ അടുത്തൊരു ലിമിറ്റേഷൻ ആയിരുന്നു ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് NO അതുപോലെ NO2 ClO2 ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ ഒറ്റ സിംഗിൾ ഇലക്ട്രോൺ ഒക്കെ ആയിട്ട് എന്ത് അതിൽ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ NO ആവട്ടെ NO2 ആവട്ടെ ClO2 ആവട്ടെ അതിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? ഓഡ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണ് ശരിക്ക് നമ്മുടെ ഈ ഒക്ടറ്റ് റൂളിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ദെൻ ലാസ്റ്റത്തെ എന്താ, നമ്മുടെ ട്രാൻസിഷൻ മെറ്റലിന്റെ എന്താ പറയാ കോമ്പൗണ്ട്സുകൾ, അതായത് FeCl3 അതുപോലെ CuSO4 ഇതിന്റെ കാര്യങ്ങളൊക്കെ കൂടി എന്ത് ഇതിന് നമ്മുടെ ഒക്ടറ്റ് റൂൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് അതുപോലെ എക്സ്പാൻഡഡ് ഒക്ടറ്റ് ദെൻ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ്. ഈ 3 പോയിന്റ് എന്തായാലും എന്ത് ചെയ്യണം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, അതിന്റെ എക്സാമ്പിൾസും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അടുത്തതാണ് ഇതിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് VSEPR തിയറി. ഇത് എന്താണ് VSEPR തിയറി എന്താണെന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടില്ലെങ്കിലും അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഓരോ കോമ്പൗണ്ട്സിന്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ എന്ത് എക്സാമിന് വന്നിട്ടുണ്ട്. അതെന്താണ് VSEPR തിയറി? അതിന്റെ ഫുൾ ഫോം എന്താണ്? യെസ്, എന്താണ്? വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. അതാണ് VSEPR. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എന്ത് പറയുന്നത് ഇതിന്റെ ആ വാക്കിൽ തന്നെ ഉണ്ട്. എന്താ? വാലൻസ് ഷെൽ, അതായത് ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള റിപ്ലഷൻ മൂലം എന്തുണ്ടാവുന്നുണ്ട്? ഇവർക്ക് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് വരുന്നുണ്ട്. അതാണ് തിയറിയിൽ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ ദ റിപ്പൾഷൻ ബിറ്റ്വീൻ ഓൾ പെയർസ് ഓഫ് ഇലക്ട്രോൺ. അതായത് ഇവിടെ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനെയാണ്? നമ്മുടെ ലാസ്റ്റ് വാലൻസ് ഷെല്ലിൽ കിടക്കുന്ന പെയർഡ് ഇലക്ട്രോൺസിന്റെ റിപ്പൾഷൻ മൂലമാണ് ഇങ്ങനെ എന്തൊരു ഷേപ്പ് ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും? അതിൽ 2 ടൈപ്പ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ബോണ്ടിങ് പെയേഴ്സും കാണാൻ പറ്റും, അതുപോലെ ലോൺ പെയേഴ്സും കാണപ്പെടാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ഇതിന്റെ ഓരോ കാര്യങ്ങൾ എന്തായാലും നോക്കാം. പിന്നെ ഇവർ തമ്മിൽ എന്തായാലും നമുക്കറിയാം ലോൺ പെയർ എന്താണ്? ലോൺ പെയറും തമ്മിൽ എന്തുണ്ടാവും? റിപ്പൾഷൻ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അതുപോലെ ബോൺ പെയർ ആണെങ്കിലും റിപ്പൾഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. കാരണം എന്താ? ഇതൊക്കെ ഇലക്ട്രോൺസ് തന്നെയാണ് അല്ലെ? ബോൺ പെയർ പറയുമ്പോൾ എന്താ? ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ഇലക്ട്രോൺസ് ആണ്. ലോൺ പെയർ പറഞ്ഞാൽ അവിടെ എന്ത് ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ നിൽക്കുന്ന ആളുകളാണ് എന്ത് ലോൺ പെയർ. എന്തായാലും ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ എന്തുണ്ടാവും? റിപ്പൾഷൻ ഉണ്ടാവും. അപ്പൊ ഇവരെ റിപ്പൾഷൻ എത്രമാത്രം ഉണ്ടാവുന്നോ അതിനനുസരിച്ച് ഓരോ കോമ്പൗണ്ടിനും എന്തുണ്ടാവും? അതിന്റെ ഷേപ്പ് വരുന്നത് ഈ റിപ്പൾഷൻ മൂലമാണ് എന്നാണ് എന്ത് VSEPR തിയറി പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ഓരോ പോസ്റ്റുലേറ്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത്?
the shape of a molecule is determined by the number of electron pairs. ഓക്കെ, ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് നിശ്ചയിക്കുന്നത് ആരാണ്? അവിടുത്തെ ഇലക്ട്രോൺ പെയർസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഇലക്ട്രോൺ പെയർസ് ഏതൊക്കെയാണ്? ബോണ്ട് പെയർ ഉണ്ടാവും, ലോൺ പെയർ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ഏതാ പറയുന്നത്? ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ഈച്ച് അതർ ബിക്കോസ് ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. അല്ലേ? അതായത് നമ്മുടെ ബോണ്ട് പെയർ ആണെങ്കിലും ലോൺ പെയർ ആണെങ്കിലും അത് പരസ്പരം റിപ്പൽ ചെയ്യും. അടുത്ത് പറയണ എന്താ? ഇലക്ട്രോൺ പെയർസ് അറേഞ്ച് ദംസെൽവ്സ് ടു മിനിമൈസ് റിപ്പൾഷൻ. അതായത് ഇവര് അറേഞ്ച് ചെയ്യുന്നത് റിപ്പൾഷൻ മാക്സിമം എന്താ പറയാ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഒരു മാക്സിമം അകന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക ഇവര് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി എത്തുന്ന വരെ ആയിരിക്കും ആ രീതിയിലായിരിക്കും ഇവരെ അറേഞ്ച്മെന്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചില കോമ്പൗണ്ടുകൾ ലീനിയർ കിട്ടും, അല്ലെങ്കിൽ ടെട്രാഹീഡ്രൽ കിട്ടും, അല്ലെങ്കിൽ ഒക്ടാഹീഡ്രൽ കിട്ടും. അങ്ങനെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ റീസൺ വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർസ് ആണ്. അടുത്തത് ഇവരുടെ ആ റിപ്പൾഷന്റെ ആ സ്ട്രെങ്ത് ആണ് ഈ പറയുന്നത്. ലോൺ പെയർ റിപ്പൾഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ റിപ്പൾഷൻ ദെൻ ബോണ്ട് പെയർ റിപ്പൾഷൻ. അതായത് എൽ പി റിപ്പൾഷൻ ആണെന്ത് വളരെ കൂടുതൽ. ഏതിനേക്കാൾ? ബി പി റിപ്പൾഷൻ. അല്ലെങ്കിൽ ഏറ്റവും റിപ്പൾഷൻ കുറവുള്ളത് ആരാണ്? ബി പി റിപ്പൾഷൻ ആണ്. ഓക്കെ അല്ലേ? അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ കൂടുതൽ ആർക്കാണ്? എൽ പി അല്ലെങ്കിൽ ലോൺ പെയർസ് തമ്മിലാണ് കൂടുതൽ റിപ്പൾഷൻ നടക്കുന്നത്. ദെൻ അടുത്ത് നോക്കൂ, ഇവിടെ ലോൺ പെയർസ് എന്ന് സംഭവിക്കുന്നത്, ലോൺ പെയർസ് കംപ്രസ് ബോണ്ട് ആംഗിൾസ് ഡ്യൂ ടു ഗ്രേറ്റർ റിപ്പൾഷൻ. എന്തായാലും ഇവര് ഇപ്പൊ ബോണ്ടുകൾക്കിടയിൽ എന്തുണ്ടാവും? ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ ലോൺ പെയർസ് പ്രസൻസ് ഉണ്ടെങ്കിൽ അവരുടെ ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ എന്തായാലും എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ NH3യും അതുപോലെ H2O കമ്പയർ ചെയ്യുകയാണെങ്കിൽ NH3യിൽ ബോണ്ട് ആംഗിള് നമ്മുടെ H2നേക്കാൾ കുറച്ച് കൂടുതലാണ്. കാരണം NH3യിൽ എന്താണ്? ഒരു ലോൺ പെയറേ ഉള്ളൂ. അതേസമയം H2Oന്റെ ബോണ്ട് ആംഗിൾ എന്താണ്? NH3നേക്കാൾ കുറയാൻ കാരണം അതില് 2 ലോൺ പെയർ കാണപ്പെടുന്നതുകൊണ്ടാണ്. അപ്പൊ മനസ്സിലായല്ലോ, ബോണ്ട് ആംഗിൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോൺ പെയർസിന്റെ എണ്ണം കൂടിയാൽ ബോണ്ട് ആംഗിൾ കുറയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണ്? ദ മോളിക്കുലർ ജോമെട്രി മേ ഡിഫർ ഫ്രം ഇലക്ട്രോൺ പെയർ ജോമെട്രി വെൻ ലോൺ പെയർസ് ആർ പ്രസന്റ്. അതായത് ഇപ്പൊ നമ്മുടെ എന്താ പറയാ മോളിക്യൂളില് ലോൺ പെയർ ഒക്കെ എന്താ പറയാ ലോൺ പെയർ ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അതിൽ വെറും ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ, ബി പി മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ കിട്ടുന്ന അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന ജിയോമെട്രി അല്ല ഏത് സമയത്ത് ഉണ്ടാവുക? നമ്മുടെ ലോൺ പെയർ അതിൽ പ്രസന്റ് ആണ് എങ്കിൽ നമ്മുടെ ആ ജിയോമെട്രി എന്ത് ചെയ്യും? അത് വേറെ ഷേപ്പ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. മോളിക്കുലാർ ജിയോമെട്രി എന്താ എല്ലാ സമയം ആര് പോലെ ആയിരിക്കില്ല? ഇലക്ട്രോൺ പെയർ ജിയോമെട്രി പോലെ ആയിരിക്കില്ല. നമ്മൾ എന്തായാലും എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നമ്മളിപ്പോ എന്താ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒക്കെ നമ്മൾ ഇവിടെ ഒരു സിംഗിൾ ഇലക്ട്രോൺ ഡൊമൈൻ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മൾ പറഞ്ഞ ആ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ കോമ്പൗണ്ടിൽ 2 ഇലക്ട്രോൺ പെയർ ആണ് ഉള്ളത്. ഓക്കെ, 2 ഇലക്ട്രോൺ പെയർ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ ഷേപ്പ് എങ്ങനെ വരും എന്നുള്ളതാണ്. ഓക്കെ, ഷേപ്പ് എങ്ങനെയാണ്? ലീനിയർ ഷേപ്പ് ആണ് കാണപ്പെടുക. അതിന് എക്സാമ്പിൾസ് നോക്കൂ. BeCl2 അതുപോലെ CO2. ഓക്കെ, അപ്പൊ ലീനിയർ പറഞ്ഞാൽ ഷേപ്പ് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. ഇതാ ഇപ്പോ ഇത് എന്റെ കാർബൺ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ. ഇങ്ങനെയാണ് എന്താ ലീനിയർ ഷേപ്പ് ആണ് ആർക്കുള്ളത്? CO2 ഉള്ളത്. അതുപോലെ ഇനി BeCl2 എടുത്ത് നോക്കൂ. Be സെൻട്രൽ ആറ്റം, ദെൻ Cl എന്ത് ലീനിയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ അല്ല? അപ്പൊ ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താണ്? ഇവരുടെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് കാരണമാണ് എന്ത് ഇങ്ങനെ ഈ ഒരു അറേഞ്ച്മെന്റിൽ നിൽക്കുന്നത്. ഇനി ഇവർ തമ്മിലുള്ള ആംഗിൾ നോക്കൂ. ബിയും സിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് വരുന്നത്? 180 ഡിഗ്രി ആണ് അല്ലേ? അപ്പൊ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എത്രയാണ്? ലീനിയറിന്റെ ബോണ്ട് ആംഗിൾ വരുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ കേസിൽ നമ്മളിപ്പോ 2 ഇലക്ട്രോൺ പെയർ എടുക്കുകയാണെങ്കിൽ ഇവിടെ ബോണ്ടിങ് പെയർ എത്രണ്ണേ വരുന്നുള്ളൂ? BeCl2 ആണെങ്കിലും CO2 ആണെങ്കിലും അതില് ബോണ്ടിങ് പെയർ എത്രണ്ണ വരുന്നത്? ഇതില് 2 എണ്ണമാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ലോൺ പെയർ ഉണ്ടോ? ലോൺ പെയർ ഇല്ല. അപ്പൊ ജനറലി ഇങ്ങനെ എന്ത് X2 കൊടുത്തതാണ്. ഇവിടെ A എന്നുള്ളത് സെൻട്രൽ ആറ്റം ആണ്, X എന്നുള്ളത് അതിനെ അറ്റാച്ച് ചെയ്ത ആറ്റം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ അടുത്ത കേസ് എടുക്കുന്നത്?
ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണം 3 ആണെങ്കിൽ അതിന്റെ ഷേപ്പ് എങ്ങനെയൊക്കെ വരാമെന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. 3 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ അവിടെ 3ഉം അല്ലെങ്കിൽ BP 3 ആണ്, ലോൺ പെയർ 0 ആണ്. ഈ കേസ് എടുക്കാം. ഈ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കോമ്പൗണ്ട് ഷേപ്പ് എങ്ങനെ ആയിരിക്കും? അത് ട്രയാഗണൽ പ്ലെയിനാർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അതായത് ഷേപ്പ് നോക്കാം. ഇതാണ് നമ്മുടെ ട്രയാഗണൽ പ്ലെയിനാർ ഷേപ്പ്. അപ്പൊ ഇവർ ഓരോന്ന് എങ്ങനെയാണ് 120 ഡിഗ്രിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്ത BF3 ആണെങ്കിൽ ഇവിടെ ബി, ഇവിടെ എഫ് വരും, എഫ് ഇവിടെ വരും, എഫ്. ഓക്കെ, അപ്പൊ BF3 നോക്കുകയാണെങ്കിൽ BF3 ബോണ്ടർ പെയേഴ്സ് എത്ര ഉള്ളത്? 3 പെയേഴ്സ് ആണ് ഉള്ളത്. ഇവിടെ എന്തില്ല? ലോൺ പെയേഴ്സ് ഇല്ല. ഇവിടെ ആംഗിൾ വരുന്നത് 120 ഡിഗ്രി ആണ്. അതുപോലെ ഷേപ്പ് ട്രയാഗണൽ പ്ലെയിനാർ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്തിപ്പോ 3 ഇലക്ട്രോൺ പെയർ ഇങ്ങനെ മാത്രമല്ലല്ലോ, അതിൽ എന്ത് വരാം? ഒരു ലോൺ പെയർ ഇങ്ങനെ വന്നൂടെ? അതായത് അതിൽ 2 2BP-യും അതുപോലെ ഒരു ലോൺ പെയറും വരാം. ഇപ്പോൾ നമുക്ക് എത്ര? 3 പെയർ ഇലക്ട്രോൺ കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിന്റെ ഷേപ്പ് എങ്ങനെയായിട്ട് മാറും? അതിന്റെ ഷേപ്പ് ബെൻഡ് ഷേപ്പ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? കാരണം എന്താ? ഇവിടെ ലോൺ പെയറിന്റെ പ്രസൻസ് കൊണ്ടാണ് ഇവിടെ ഷേപ്പ് മാറിയത്. അപ്പൊ നിങ്ങൾ മോളിക്കുലാർ ജോമെട്രി പറയുമ്പോൾ അവിടെ മോളിക്യൂൾ എത്ര അറ്റാച്ച് ചെയ്തു അതാണ് നോക്കേണ്ടത്. ഓക്കെ അല്ലേ? അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ SO2 ആണ് നമ്മുടെ എക്സാമ്പിൾ. SO2 എടുക്കുകയാണെങ്കിൽ അവിടെ സൾഫർ ഉണ്ട്, ഓക്സിജൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ 3 ഇല്ലേ? അതായത് ഇവിടെ ഒരാൾ ആരാണ്? ഒരാള് ലോൺ പെയർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ലോൺ പെയർ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത്? ലോൺ പെയറിനെ നമ്മുടെ ഷേപ്പ് മോളിക്യൂളിന്റെ ഷേപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ എടുക്കാറില്ല. അതുകൊണ്ട് ആ മോളിക്യൂളിന്റെ ഷേപ്പ് എന്തായാലും മാറും. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇത് ശരിക്കും വരേണ്ടത് എന്തായിരുന്നു? ട്രയാഗണൽ പ്ലെയിനറ വരേണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ലോൺ പെയർ വന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പം ബാക്കി എന്ത്? ഈ SO2 ഈ ഒരു കാര്യം മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇതിന്റെ രൂപം എന്ത് വരും? ബെൻഡ് ഷേപ്പ് ആണ്, അല്ലെങ്കിൽ ആംഗുലാർ ഷേപ്പ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ V ഷേപ്പ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ എക്സാമ്പിൾ SO2. ഇനി അടുത്തത് നമ്മൾ എന്ത്? ടോട്ടൽ ഇലക്ട്രോൺ പെയറിന്റെ എണ്ണം 4 എടുക്കുകയാണ്. 4 എങ്ങനെയൊക്കെ വരാം? ഒന്ന്, നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്താണ്? ബോൺ പെയർ 4ഉം ലോൺ പെയർ 0 ഈ കേസ് ആണ് എങ്കിൽ അവിടെ വരുന്ന ഷേപ്പ് എന്താണ്? ടെട്രാഹീഡ്രൽ ഷേപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇവർ തമ്മിലുള്ള ആംഗിള് ടെട്രാഹീഡ്രൽ ആണെങ്കിൽ അവയുടെ ആംഗിൾ നോട്ട് ചെയ്യുക. 109.5 ഡിഗ്രി ആണ് എന്ത്? അവയ്ക്കിടയിലുള്ള ആംഗിൾ വരുന്നത്. എക്സാമ്പിൾ CH4. അപ്പൊ അതിന്റെ ഷേപ്പ് നോക്കാം. ഇങ്ങനെയാണ് എന്ത്? നമ്മുടെ ടെട്രാഹീഡ്രലിന്റെ ഷേപ്പ് വരുന്നത്. ഓക്കെ അല്ലേ? അതായത് ഇപ്പൊ CH4 ആണെങ്കിൽ ഇത് C H H H. ഓക്കെ, ഇവർ തമ്മിലുള്ള ആംഗിൾ ആണ് എത്ര വരുന്നത്? 109.5 ഡിഗ്രി വരുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കൂ, നമ്മളിപ്പോ 4 ഇലക്ട്രോൺ പെയർ വേറെ കേസ് കൂടെ പറഞ്ഞൂടെ? 3 ബോൺ പെയറും അതുപോലെ ഒരു ലോൺ പെയറും ആവാം. ഈ കേസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത്? 4 ഇലക്ട്രോൺ പെയർ തന്നെയാണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ 3 ബോൺ പെയറും ഒരു LP ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ജോമെട്രി എന്താണ്? ട്രയാഗണൽ പിരമിഡൽ ഷേപ്പ് ആണ്. അത് നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. അതായത് നമ്മള് 4 ടെട്രാഹീഡ്രൽ എന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ ടെട്രാഹീഡ്രൽ ഈ ഒരു റീജിയൺ നമ്മൾ എന്ത്? ഈ ഭാഗത്താണ് ആര് വരിക? ലോൺ പെയർ വരിക. അപ്പൊ അത് മായ്ച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കോമ്പൗണ്ടിന്റെ ഷേപ്പ് എന്ത് മാത്രമായിട്ട് വരും? ഒരു പിരമിഡ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഷേപ്പ് എങ്ങനെ വന്നത്? ട്രയാഗണൽ പിരമിഡൽ ഷേപ്പ് വന്നത്. അതിന് എക്സാമ്പിൾ ആണ് NH3. ഓക്കെ, അപ്പൊ NH3 ആണെങ്കിൽ അതിന്റെ രൂപം വരുന്നത് സെൻട്രൽ ആറ്റം ആരാണ്? നമ്മുടെ നൈട്രജൻ ആണ്. ഓക്കെ, നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം. ദെൻ ബാക്കി 3 ഹൈഡ്രജൻ ആറ്റം ഇവിടെ താഴോട്ട് ഉണ്ടാവും. ഇവിടെ നമ്മുടെ ലോൺ പെയർ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്. അപ്പൊ മോളിക്യൂളിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എന്താണ്? ട്രയാഗണൽ പിരമിഡൽ ആണ്. മാറിപ്പോരുത്. ട്രയാഗണൽ പ്ലെയിനാർ ഉണ്ട്, ട്രയാഗണൽ പിരമിഡൽ ഉണ്ട്. ഈ കേസിൽ എന്താണ്? ട്രയാഗണൽ പിരമിഡൽ ആണ്. ആ ഷേപ്പ് മാറിപ്പോരുത്. ഇനി അടുത്ത കേസ് കൂടെ ഉണ്ട്. നമുക്കിപ്പോ ഇവിടെ എന്ത് ചെയ്യാം? 4 ഇലക്ട്രോൺ പെയറിൽ അത് എങ്ങനെയൊക്കെ ആവാം? 2 ബോൺ പെയറും 2 ലോൺ പെയറും ആവാം. അങ്ങനെ വരുന്ന മോളിക്യൂളിന്റെ ഷേപ്പ് എന്താണ് വരിക?
ബെൻഡ് ഷേപ്പ് ആണ്. ഓക്കെ അല്ലേ? അതിന് എക്സാമ്പിൾ ആണ് H2O. H2O ഷേപ്പ് വരുന്നത് എങ്ങനെയാണ്? ബെൻഡ് ഷേപ്പ് ആണ്. കാരണം എന്താ? നോക്കൂ, ഓക്സിജൻ H. ഓക്കെ, ദെൻ ഇവിടെ എന്ത്? 2 ലോൺ പെയർ ഇവിടെ കാണപ്പെടുന്നുണ്ട് H2Oയിൽ. ദെൻ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ് വരുന്നത്? 104.5 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്ത്? ലോൺ പെയറിന്റെ പ്രസൻസ് ഉണ്ട് എങ്കിൽ ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും? കുറയുന്നു പഠിച്ചിരുന്നു. അപ്പൊ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഈ 3 കേസിലും CH4 ആവട്ടെ, NH3 ആവട്ടെ, H2 ആവട്ടെ, ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രോൺ പെയർ എത്രയാണ്? 4 എണ്ണം ആണ്. പക്ഷെ ഇവിടെ എന്ത്? CH4 അവിടെ ലോൺ പെയർ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മാക്സിമം എത്ര ആംഗിൾ വരുന്നുണ്ട്? 109.5 ഡിഗ്രി വരുന്നുണ്ട്. അതേസമയം NH3 നോക്കുമ്പോൾ അവിടെ ഒരു ബോണ്ട് പെയർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ആംഗിൾ കുറഞ്ഞു, 107 ഡിഗ്രി ആയി. ഓക്കെ, ഇനി H2O വെച്ച് നോക്കുമ്പോൾ H2ൽ എന്താണ്? 2 ലോൺ പെയർ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും? വീണ്ടും കുറഞ്ഞു, 104.5 ഡിഗ്രി ആയി. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. കാരണം എക്സാമിന് നിങ്ങളോട് എന്ത്? ബോണ്ട് ആംഗിളുടെ ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഒക്കെ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾ അറിയേണ്ട എന്താണ്? ആ കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ബോണ്ട് പെയർസിന്റെയും ലോൺ പെയർസിന്റെ എണ്ണം നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. ദെൻ അതിന്റെ ഷേപ്പ് എന്താണെന്ന് ഡിസൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് ഓരോന്നിന്റെ ബോണ്ട് ആംഗിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് 5 ഇലക്ട്രോൺ പെയർസിന്റെ കേസാണ്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വരുന്നത് 5ഉം ബോണ്ട് പെയർ. അവിടെ ലോൺ പെയർ എത്രയാണ്? 0 ആണ്. ഈ കേസാണ് നോക്കുന്നത്. ഇത് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് PCl5. ഓക്കെ, PCl5ൽ നോക്കുകയാണെങ്കിൽ അതിലെന്ത്? 5 ബോണ്ട് പെയർ ആണ്. കാരണം എന്താ? പിയുടെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. ഈ 5ഉം ഈ ഓരോ ക്ലോറിനുമായിട്ട് എന്ത് ചെയ്യും? ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഓക്കെ, അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ ലോൺ പെയർ ഉണ്ടോ? ഇല്ല. ബാക്കി ബോണ്ട് പെയർസ് എത്ര ഉള്ളത്? 5 എണ്ണാണ്. അതിന്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത്? അതിന്റെ ഷേപ്പ് വരുന്നതാണ് ട്രയാഗണൽ ബൈ പിരമിഡൽ. അപ്പൊ അതെങ്ങനെ വരക്കാന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ അവര് ആദ്യം എന്ത് ചെയ്ത ഒരു ട്രയാഗണൽ പ്ലെയിനാർ സ്ട്രക്ചർ വരക്കുക. ദെൻ പിന്നെ മുകളിലോട്ടും അതുപോലെ ഒന്ന് താഴോട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇതാണ് PCl5ന്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതാണ് ഇത് P, ദെൻ Cl1 2 3 4 5. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ. ഇനി ഇവർ തമ്മിലുള്ള ആംഗിൾ നോക്കുകയാണെങ്കിൽ ഈ ആക്സിസ് കിടക്കുന്ന ഇവരുണ്ടല്ലോ, ഇതും ഇതിലെ ഒന്നും നോക്കുകയാണെങ്കിൽ എത്രയാണ്? 90 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, അതിന് ആക്സിസ് മൊത്തം നോക്കുകയാണെങ്കിൽ 150 ഡിഗ്രി വരും. അതുപോലെ ഈ താഴെ കിടക്കുന്ന പ്ലെയിനാർ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവരെ ഈ ട്രയാഗണൽ അല്ലെങ്കിൽ എന്താ ഈ താഴത്ത് കിടക്കുന്ന 3 ക്ലോറിൻ തമ്മിൽ എത്ര ആയിരിക്കും ആംഗിൾ? 120 ഡിഗ്രി ആയിരിക്കും എന്ത് ഇവരുടെ തമ്മിലെ ആംഗിൾ വരുന്നത്. അപ്പൊ ഈ 2 ആംഗിളും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ട്രയാഗണൽ ബൈ പിരമിഡ് ആണ് എങ്കിൽ അവിടെ 5 ബോണ്ട് പെയർസ് ആണ് ഉള്ളത്. ഇനി അടുത്ത കേസ് എന്ത്? ഇവിടെ AX4E, അതായത് എന്ത്? അതില് 4 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ ആവുന്ന കേസ്. അതിന് എക്സാമ്പിൾ ആണ് SF4. ഓക്കെ, SF4ൽ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്കറിയാം സൾഫറിന്റെ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഉണ്ട്. 6 അല്ലേ? അപ്പൊ ഇവിടെ നോക്കുമ്പം ഇവിടെ ഫ്ലോറിന് 4 ഫ്ലോറിനെ വന്നിട്ടുള്ളൂ. അപ്പൊ ബാക്കി വെറുതെ കിടക്കുന്ന 2 ഇലക്ട്രോൺസ് കിടക്കുന്നുണ്ട്. അതായത് ബാലൻസിൽ ഒരു അല്ലെങ്കിൽ എന്ത് ലോൺ പെയർ, ഒരു ലോൺ പെയറും അതുപോലെ 4 ബോണ്ട് പെയറും കാണപ്പെടുന്നുണ്ട്. ഏതില്? SF6ൽ, SF4ൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഷേപ്പ് എങ്ങനെ വരും? അത് നമുക്ക് നോക്കാം. അപ്പൊ നേരത്തെ പഠിച്ച ആ 5 ഉള്ളതിന്റെ ആ ഷേപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതായത് നമ്മൾ അതിന്റെ ഷേപ്പ് നേരത്തെ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇതാ ഇങ്ങനെയാണല്ലോ നമ്മുടെ ട്രയാഗണൽ ബൈ പിരമിഡലിന്റെ ഷേപ്പ് വന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്യാ? ഒരാളെ അവിടെ ഒഴിവാക്കിയാൽ മതി. ഇതാ ഈ ഒരു ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്തായിട്ട് മാറി? ഞാൻ കറക്റ്റ് വരക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഷേപ്പ് മനസ്സിലാവും. അത് ഞാൻ നേരെ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? നോക്കൂ, ഇതാ ഉണ്ടോ? ഇങ്ങനെയുള്ള ഷേപ്പ്. ഇത് എന്തുപോലെയാണ്? നമ്മുടെ സീസോ ഷേപ്പ് പോലെയല്ലേ? സീസോന്റെ ഷേപ്പ് പോലെയാണ് എന്ത് ഈ രൂപം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ SF4 ആണെങ്കിൽ ഇവിടെ നടുക്ക് S വന്നു. ബാക്കി ഒരു ഫ്ലോറിൻ ഇവിടെ, ഇവിടെ രണ്ടാമത്തത്, ഇവിടെ മൂന്നാമത്തെ, ഇവിടെ നാലാമത്തത്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഷേപ്പ് വരുന്നത്.
അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആംഗിൾ നോക്കി അറിയാം. അതിന്റെ ആംഗിൾ എത്ര വരുന്നത്? അത് നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറവായിരിക്കും വരിക. കാരണം എന്താ, ഇവിടെ ലോൺ പെയറിന്റെ പ്രസൻസ് ഉണ്ട്. ഇനി അടുത്ത കേസ് ഏതാണ്? ഇവിടെ 3 ബോണ്ട് പെയറും അതുപോലെ 2 ലോൺ പെയറും വരികയാണെങ്കിൽ ആ കേസിൽ അതിന്റെ ഷേപ്പ് എങ്ങനെ ചോദിച്ചാൽ എങ്ങനെ വരും? ടി ഷേപ്പ് ആണ് വരുന്നത്. ഓക്കെ, അത് നോക്കിക്കോളൂ. ടി ഷേപ്പ് വരുന്നത്, അതായത് ഇങ്ങനെ ആയിരുന്നു നമ്മുടെ ഷേപ്പ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതില് 2 ലോൺ പേഴ്സ് വന്നു. 2 ലോൺ പേഴ്സ് വന്നു പറഞ്ഞാൽ ഇതെന്താ, ഇത് ലോൺ പെയർ ആയി, അതുപോലെ ഇതും ലോൺ പെയർ ആയി. ബാക്കി നമ്മളെ ഇപ്പൊ ClF3 ആണെങ്കിൽ ഇങ്ങനെയാണെന്ത് നമ്മുടെ സ്ട്രക്ചർ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഷേപ്പ് ശരിക്കും എന്താണ്? ഒരു ടി ഷേപ്പിലാണ് കാണപ്പെടുന്നത് ClF3 ഒക്കെ. അപ്പോൾ ടി ഷേപ്പും ഓർത്ത് വെക്കുക. ഇനി ലാസ്റ്റ് കേസ് 5 ഇലക്ട്രോണിന്റെ ലാസ്റ്റ് കേസ് പറയുന്നത് ഇലക്ട്രോൺ പെയറിന്റെ, അതായത് അവിടെ 2 ബോണ്ട് പെയറും 3 ലോൺ പെയർ വരുന്ന കേസ്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഷേപ്പ് വരും? അത് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഇതുവരെ എങ്ങനെയാണ് ഷേപ്പ് ഉണ്ടായത്? ഇനി ഇവിടെ നമ്മളെ മൂന്നാമത്തെ ഒരാളും അവര് ലോൺ പെയർ ആയി നിന്നാൽ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ഇതല്ലേ ഇപ്പൊ റിമൈനിങ് ഉള്ളത് അല്ലേ? ഇതെന്താണ്? ഇതിന്റെ ഷേപ്പ് എന്താ? ലീനിയർ അല്ലേ വരിക അല്ലേ? നോക്കൂ, അതായത് 3 ലോൺ പെയറും അതുപോലെ സോറി 3 ലോൺ പെയറും 2 ബോണ്ട് പെയറും ആണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്താണ്? ലീനിയർ ആണ്. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ XCF2. ഓക്കെ, XCF2ന്റെ ഷേപ്പ് ഇങ്ങനെ ലീനിയർ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവരുടെ തമ്മിലുള്ള ആംഗിൾ വരുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. കാരണം എന്താ, ലീനിയർ ആണ് എങ്കിൽ അവിടെ നമുക്ക് പറയാം എന്താണ് അതിന്റെ ആംഗിൾ? 180 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അടുത്തത് 6 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിന്റെ ഷേപ്പ് എങ്ങനെ വരുന്നതാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. 6 ബോണ്ട് പെയർ വരികയാണെങ്കിൽ എന്താണ് അതിന്റെ ഷേപ്പ്? 6 ബോണ്ട് പെയർ വരികയാണെങ്കിൽ അതിന്റെ ഷേപ്പ് ആണ് ഒക്ടാഹീഡ്രൽ. അത് വരുന്നത് ഏതിലാ? SF6 വരുന്ന ഒരു കോമ്പൗണ്ട് ആണെന്ത്, അല്ലെങ്കിൽ ഒക്ടാഹീഡ്രൽ ഷേപ്പ് വരുന്നത്. ആ ഷേപ്പ് വരക്കാൻ ബുദ്ധിമുട്ടില്ല, നിങ്ങൾ നോക്കിക്കോളൂ. ഇങ്ങനെ 4 വരച്ചു, പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അങ്ങനെ അതായത് ഇപ്പൊ നമുക്കിവിടെ S, ദെൻ ഇവിടെ 1 2 3 4 5 6. ഇതാണെന്ത് നമ്മുടെ ഒക്ടാഹീഡ്രൽ ഷേപ്പ് വരുന്നത്. ഓക്കെ, ഒക്ടാഹീഡ്രൽ ഷേപ്പ് വരുന്നത് ഇവിടെ എന്താ? 6 ബോണ്ട് പെയർസ് ആണ്. കാരണം എന്താ, ഇവിടെ സൾഫറിന്റെ ബാലൻസ് 6 ഇലക്ട്രോൺസ് ആണുള്ളത്. ഈ 6 ഇലക്ട്രോൺസും നമ്മുടെ ഫ്ലോറിനും 6 ഫ്ലോറിനുമായിട്ടും ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവയുടെ ലോൺ പെയർസ് കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒക്ടാഹീഡ്രൽ ഷേപ്പ് ആണ് കാണപ്പെടുന്നത്. അതിന്റെ ആംഗിള് ഓരോന്നും 90 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്ത കേസ് എന്താ? 5 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ അതിന്റെ ഷേപ്പ് വരുന്നതാണ് സ്ക്വയർ പിരമിഡൽ. അത് എങ്ങനെ വരുന്നത് നോക്കൂ. ഇതാ നേരത്തെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, മുകളിലോട്ടും താഴോട്ടും ഉണ്ടായിരുന്നു. ഇനി എന്ത്, നമ്മള് മുകളിലോട്ട് മാത്രം വരച്ചാൽ മതി. താഴോട്ടുള്ള ഒന്ന് എന്തായി മാറി? ഇത് ലോൺ പെയർ ആയിട്ട് മാറി. അത് നമ്മൾ മോളിക്കൂളിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? ഈ ബാക്കി കാണുന്ന ഈ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഇത് എന്തുപോലെയാണ്? ഇതൊരു സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ആയിട്ടാണ് എന്ത് കാണപ്പെടുന്നത്. ഞാൻ ഈ വരച്ച് കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല, സിമ്പിൾ ആയിട്ട് ആ രൂപം അറിഞ്ഞു വെച്ചാൽ മതിയാവും. ഇനി അടുത്ത് നോക്കൂ, മൂന്നാമത്തെ കേസ് 4 ബോണ്ട് പെയറും 2 ലോൺ പെയർ. ഈ കേസ് ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരും നോക്കൂ. അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി 6 വരേണ്ടിയിരുന്നത്. അതില് 2 എന്തായി മാറി? 2 ലോൺ പെയർ ആയിട്ട് മാറി. അപ്പൊ ബാക്കി സ്ട്രക്ചർ ഫോം ചെയ്യാൻ മാത്രമേ ഉള്ളൂ? 4 ഉള്ളൂ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ഏകദേശം എങ്ങനെയാണ്? ഒരു സ്ക്വയർ പ്ലെയിനാർ, ഒരു പ്ലെയിനിലെ ഒരു സ്ക്വയർ പോലെയാണ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഇതിന്റെ സ്ട്രക്ചറിന്റെ പേര് എന്ത്? സ്ക്വയർ പ്ലെയിനാർ വന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് XeF4. അപ്പൊ ഇവിടെയൊക്കെ ഫ്ലോറിന് വരും, നടുക്ക് നമ്മുടെ Xe വരും. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എന്താണ്? സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചർ ആണ് ആർക്കുള്ളത്? XeF4 ഉള്ളത്. അപ്പൊ ഇത്രയും ഷേപ്പുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ബാക്കി ഇനി ഏത് കോമ്പൗണ്ട് കിട്ടിയാലും നിങ്ങൾ ആകെ നോക്കേണ്ട എന്താണ്? VSEPA തിയറി പ്രകാരം അവിടുത്തെ ടോട്ടൽ ഇലക്ട്രോൺസ് നോക്കുക. അതിൽ തന്നെ ബോണ്ട് പെയർ ഇലക്ട്രോൺസ് എത്ര ഉണ്ട്, അതുപോലെ ലോൺ പെയർ ഇലക്ട്രോൺസ് എത്ര ഉണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിന്റെ ആംഗിൾ പറയാം. അതേപോലെ അവയുടെ ജോമെട്രി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിസൈഡ് ചെയ്യാൻ പറ്റും.
നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എക്സാംസിനായിട്ട് ചോദിക്കുന്ന കോമ്പൗണ്ടുകൾ എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ CH4ന്റെ ഷേപ്പ് ടെട്രാഹീഡ്രലാണ്, ആംഗിൾ എത്ര വരുന്നത് 109.5. NH3 അമോണിയന്റെ ഷേപ്പ് ട്രയാഗണൽ പിരമിഡലാണ്, 107 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. H2O ഷേപ്പ് ബെൻഡ് ഷേപ്പ് ആണ്, 104.5 ഡിഗ്രി. ദെൻ CO2 ലീനിയർ ആണ്, 180 ഡിഗ്രിയാണ് വരുന്നത്. PCl5 ആണെങ്കിൽ ട്രയാഗണൽ ബൈ പിരമിഡൽ, അതിന്റെ ആംഗിൾ 170 ഡിഗ്രി അതുപോലെ 90 ഡിഗ്രിയാണ് വരുന്നത്. SF6 ആണെങ്കിൽ ഒക്ടാഹീഡ്രൽ ഷേപ്പ് ആണ്, അതിൽ ഓരോന്നും നമ്മളെ ആംഗിൾ വരുന്നത് 90 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കോമ്പൗണ്ടുകൾ എന്തായാലും അറിഞ്ഞു വെക്കണം. അതിൽ എന്തുകൊണ്ട് പറഞ്ഞ ആംഗിൾ വ്യത്യാസപ്പെട്ടു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. എക്സാമിന് ആ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. ഇനി ഈ VSEPR തിയറിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഇവിടെ എന്ത് പറയുന്നില്ല, ബോണ്ട് ഫോർമേഷനെ കുറിച്ച് പറയുന്നില്ല. ജസ്റ്റ് ആ മോളിക്യൂളിന്റെ ഷേപ്പ് മാത്രമാണ് എന്ത് ഈ കേസിൽ അല്ലെങ്കിൽ VSEPR തിയറി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ ജോമെട്രി മാത്രമാണ്, അങ്ങനെ ഷേപ്പ് മാത്രമാണ്. അല്ലാതെ ഇവിടെ എങ്ങനെ ബോണ്ട് ഫോം ചെയ്തു അതൊന്നും എന്ത് ചെയ്യുന്നില്ല, VSEPR തിയറി പറയുന്നില്ല. ഓക്കെ. അതുപോലെ നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചറും കറക്റ്റ് ആയിട്ട് ആർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, VSEPR തിയറിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ അല്ലേ? അതുപോലെ എന്താ പറയാ, റെസണൻസ് സ്ട്രക്ചേഴ്സും VSEPR തിയറി വെച്ച് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ലിമിറ്റേഷൻ ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി അടുത്തതാണ് വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറി പ്രപ്പോസ് ചെയ്ത് ആരൊക്കെ ചോദിച്ചാൽ ഹിറ്റ്ലറും ലണ്ടനും ആണ്. 1927 ഇവർ VBT പ്രപ്പോസ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് എക്സ്പാൻഷൻ കൊണ്ടുവന്നതാണ് പോളിങ്ങും സ്ലേറ്ററൊക്കെ. VBT പറയുന്നത് എന്താണ്? യെസ്, ഇവിടെ പറയുന്നത് നമ്മുടെ ഈ ആറ്റമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് ആണ് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് ഇവിടെ ഈ വാലൻസ് ബോണ്ട് തിയറിയിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് ഓവർലാപ്പിംഗ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ് ആണ്. ഇനി ഇവിടെ പറയുന്നത് നോക്കൂ, എ കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ് വെൻ two half-filled atomic orbitals of different atoms overlap and the electrons are shared between them. അതായത് കോവാലന്റ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്ന ചോദിച്ചാൽ രണ്ട് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഏതിന്റെയൊക്കെ, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ആറ്റങ്ങളുടെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇനി അതിലൂടെയാണ് എന്ത് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നത് എന്നാണ് VBT അല്ലെങ്കിൽ വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം ഇവിടെ പറയുന്നത് എന്താ, ഈ ഓവർലാപ്പിംഗ് ഓർബിറ്റൽസിന് എന്തായിരിക്കണം, അതിന്റെ സ്പിന്ന് എങ്ങനെ ആയിരിക്കണം, അത് ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. ഓക്കെ അല്ലേ? അല്ലാതെ ഒരേ സ്പിന്നുള്ള രണ്ട് ആളുകൾ എന്ത് ചെയ്യില്ല, ഓവർലാപ്പ് ചെയ്യില്ല. ഒന്ന് അപ്പ് സ്പിൻ ആണെങ്കിൽ രണ്ടാമത്തെ എന്ത് ഡൗൺ സ്പിൻ ആയിരിക്കണം. നമുക്ക് എന്തായാലും ഇതിന്റെ ഓരോ പോയിന്റുകളിലേക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ, ബോണ്ട് ഫോർമേഷൻ അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഓവർലാപ്പിങ്ങിലൂടെ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് കോവാലന്റ് ബോണ്ട് ഫോം ഡ്യൂ ടു ഓവർലാപ്പ് ഓഫ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഓഫ് ടു ആറ്റം. രണ്ടാറ്റങ്ങളുടെ ഹാഫ് ഫിൽഡ് ഓർബിറ്റുകളാണെന്ത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. പിന്നെ അടുത്തെന്താണ്, ഇങ്ങനെ ഈ ഒരു ബോണ്ടിങ്ങിൽ അല്ലെങ്കിൽ എന്ത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓർബിറ്റൽസിൽ എങ്ങനെ ആയിരിക്കണം, ഇതിൽ ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് സ്പിന്നുള്ള ഇലക്ട്രോൺസ് തമ്മിലായിരിക്കും എന്ത് ബോണ്ടിങ് ഏർപ്പെടുക. അതായത് ദ ടു ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് മസ്റ്റ് കണ്ടെയ്ൻ ഇലക്ട്രോൺ വിത്ത് ഓപ്പോസിറ്റ് സ്പിൻസ്. ദെൻ അടുത്ത എന്താ, ഇവര് ബോണ്ട് ഫോം ചെയ്യുന്നത് ശരിക്കും എന്തിനു വേണ്ടിയാണ്, ഇവിടുത്തെ എനർജി ലോവർ ചെയ്യാൻ വേണ്ടിയാണ് ഇവര് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. അടുത്ത നോക്കൂ, ഇതിന്റെ ബോണ്ട് സ്ട്രെങ്ത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് കൂടുതൽ ഓവർലാപ്പിംഗ് നടക്കുകയാണെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് എന്താവും, വളരെ കൂടും. ഓക്കെ, അതായത് അവിടെ സ്ട്രോങ്ങർ ബോണ്ട് കാണപ്പെടും എപ്പോ ഓവർലാപ്പിംഗ് കൂടുന്ന സമയത്ത്. അതുപോലെ ബോണ്ട് സ്ട്രെങ്ത് കൂടിയാൽ അല്ലെങ്കിൽ സ്ട്രോങ്ങർ ബോണ്ട് ആണെങ്കിൽ ബോണ്ട് ലെങ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് വരിക, ബോണ്ട് ലെങ്ത് കുറയാണ് ചെയ്യുക അല്ലേ? അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഏതൊക്കെ ടൈപ്പ് ഓവർലാപ്പിംഗ് ഉണ്ട്, നമുക്ക് രണ്ട് രീതി, അതായത് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഓരോന്നിന്റെ ഷേപ്പുകൾ, എസ് ഓർബിറ്റൽ അതുപോലെ പി ഓർബിറ്റലിന്റെ ഷേപ്പുകൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പോ ഇവർ തമ്മിൽ എന്ത് ചെയ്യാം, ഇപ്പോ എസ് ഓർബിറ്റലിന്റെ സ്ഫെറിക്കൽ ഷേപ്പ് ആണല്ലോ അല്ലേ? ഇവർ തമ്മിൽ എങ്ങനെ ഓവർലാപ്പ് ചെയ്യാം, എസ് ഓർബിറ്റൽ തമ്മിൽ ഹെഡ് ഓൺ ഹെഡ് ഓവർലാപ്പിംഗ് ചെയ്യാം, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. അതായത് എസ് ഓർബിറ്റലെല്ലാം എന്ത് ബോണ്ടാണ് കാണപ്പെടുക, അവ കാണിക്കുന്നത് സിഗ്മ ബോണ്ടാണ്.
അതായത് ഹെഡ് ഓൺ ഹെഡ് ഓവർലാപ്പിംഗ് വരികയാണെങ്കിൽ അവിടെ വരുന്നതാണ് എന്ത് സിഗ്മ ബോണ്ട്. അതുപോലെ ഇതല്ലാണ്ട് നമ്മളിപ്പോ എന്ത് ഇപ്പോ നമ്മുടെ ഡംബൽ ഷേപ്പുള്ള പി ഓർബിറ്റൽസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പി ഓർബിറ്റൽസ് ഉള്ളത് ഇവർ തമ്മിൽ എന്ത് ഇങ്ങനെ സൈഡ് സൈഡ് ഓവർലാപ്പിംഗ് വരികയാണ്. അതായത് ഇങ്ങനെ നോക്കൂ, ഇവർ തമ്മിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ സൈഡ് സൈഡ് ഓവർലാപ്പിംഗ് വരികയാണെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ബോണ്ടാണ് എന്ത് പൈ ബോണ്ട്. അല്ലെങ്കിൽ ലാറ്ററൽ ഓവർലാപ്പിംഗ് വരികയാണെങ്കിൽ അവിടെ വരുന്നതാണ് എന്ത് പൈ ബോണ്ട് വരുന്നത്. അതേസമയം ആക്സിയൽ ഓവർലാപ്പിംഗ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഹെഡ് ഓവർലാപ്പിംഗ് വരികയാണെങ്കിൽ അവിടെ വരുന്നതാണ് എന്ത് സിഗ്മ ബോണ്ട്. രണ്ട് ബോണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട് ഓവർലാപ്പിംഗിലൂടെ. സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണെങ്കിൽ അവിടെ പൈ ബോണ്ടും, ഇനി അതല്ല ഹെഡ് ഓൺ ഹെഡ് ഓവർലാപ്പിംഗ് ആണെങ്കിൽ സിഗ്മ ബോണ്ടും ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കൂ, നമുക്കൊരു എസ് ഓർബിറ്റിലും നമ്മുടെ സിഗ്മ അല്ലെങ്കിൽ എന്ത് നമ്മുടെ നോക്കൂ ഒരു പി ഓർബിറ്റിലും തമ്മിൽ ഓവർലാപ്പിംഗ് വരികയാണെങ്കിൽ എങ്ങനെ ഫോം ചെയ്യും? ഇത് നമ്മുടെ എസ് ഇവർ തമ്മിൽ എന്ത് ചെയ്യും കണ്ടോ, ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യാം. മനസ്സിലായല്ലോ? ഇത് എസ് ആണ്, ഇത് നമ്മുടെ പി ഇസഡ് അല്ലെങ്കിൽ എന്ത് പി ഓർബിറ്റിലാണ്. അത് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ബോണ്ടാണ് ഇത് സിഗ്മ ബോണ്ട്. പിന്നെ പൈ ബോണ്ടിന് എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് നമ്മുടെ ഇപ്പൊ പി എക്സ് എടുക്കുകയാണെങ്കിൽ അതായത് പി എക്സ് ആണ്, രണ്ട് പി എക്സുകൾ തമ്മിലുള്ള ബോണ്ടിങ് എന്താണ് നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ബോണ്ടിങ് അല്ലെങ്കിൽ എന്ത് ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണെങ്കിൽ അവിടെ പൈ ബോണ്ട് ആണ് കാണപ്പെടുന്നത്. അതേപോലെ ഇനി ഇങ്ങനെ നമ്മുടെ വൈ ആക്സിൽ കിടക്കുന്ന പി വൈ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഓവർലാപ്പിംഗ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് പൈ ബോണ്ടാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ സിഗ്മ ബോണ്ട് പറഞ്ഞാൽ അവിടെ എന്താ പറയാ ഹെഡ് ടു ഹെഡ് അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആണ്, അല്ലെങ്കിൽ ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ് വരുന്നത്. ഇനി സിഗ്മ ബോണ്ട് ആണെന്ത് സ്ട്രോങ്ങർ ബോണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ റൊട്ടേഷനും ഇത് എന്ത് ചെയ്യുന്നു അലോ ചെയ്യുന്നുണ്ട്. അതേസമയം പൈ ബോണ്ട് ആണെങ്കിലോ, പൈ ബോണ്ട് ആണെങ്കിൽ അത് ലാറ്ററൽ ഓവർലാപ്പിംഗിലൂടെ അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് ഓവർലാപ്പിംഗിലൂടെയാണ് എന്ത് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. പൈ ബോണ്ട് പൊതുവെ എന്താണ് വീക്കർ ആണ്. അതുപോലെ ഇതെന്താ റൊട്ടേഷനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ H2 മോളിക്കൂൾ ആണെങ്കിൽ അതിലെന്താണ് നമുക്കറിയാം, H2 ആകുമ്പോൾ രണ്ട് 1s ഓർബിറ്റലുകളാണല്ലോ ഉള്ളത്, അവർ തമ്മിലാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്. അതായത് ഇങ്ങനെ ആയിരിക്കും അവർ തമ്മിലുള്ള ഓവർലാപ്പിംഗ് വരിക. ഇനി O2 ആണെങ്കിൽ അതിന്റെ അവിടെ വരുന്ന ഏതൊക്കെയാണ്, ഒരു സിഗ്മ ബോണ്ടും വരുന്നുണ്ട്, ഒരു പൈ ബോണ്ടും O2 കാണപ്പെടുന്നുണ്ട്. ഇനി N2 ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് ട്രിപ്പിൾ ബോണ്ടാണ് ഉള്ളത്. ഇതിൽ ട്രിപ്പിൾ ബോണ്ടിൽ ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാവും, ബാക്കി രണ്ടുമാണ് എന്ത് പൈ ബോണ്ട് വരുന്നത്. ഇനി O2 ആണെങ്കിൽ O2 ശരിക്കും എന്താണ് ഡബിൾ ബോണ്ടാണ് ഉള്ളത്, അതിൽ ഒരാൾ എന്താണ് സിഗ്മയാണ്, രണ്ടാമത്തെ ആളാണ് പൈ ബോണ്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി വി ബി ടിയുടെ ലിമിറ്റേഷൻ പറയുന്നത് എന്താ വെച്ചാൽ, വി ബി ടി എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കറക്റ്റ് ആയിട്ട് പ്രൊഡിക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പം O2 ആണെങ്കിൽ ശരിക്കും എന്താണ് പാരാമാഗ്നറ്റിസം കാണിക്കുന്നതാണ്, പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല, കറക്റ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടില്ല. അതേപോലെ നമ്മളിപ്പോൾ ബെൻസിൽ കാണപ്പെടുന്ന റെസണൻസ് സ്ട്രക്ചേഴ്സും എന്ത് ചെയ്യുന്നില്ല, കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ദെൻ അടുത്തൊരു ലിമിറ്റേഷൻ ആണ് നമുക്കറിയാം മോളിക്കുലർ സ്പെക്ട്ര, അതും എന്ത് ചെയ്യുന്നില്ല. അതുപോലെ ബോണ്ട് എനർജി, ഈ കാര്യങ്ങളൊന്നും നമ്മുടെ വി ബി ടി തിയറി വെച്ച് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനൊക്കെ റീപ്ലേസ് ചെയ്തിട്ടാണ് വരുന്നത് ഇനി പറയുന്ന മോളിക്കുലർ ഓർബിറ്റൽ തിയറി വരുന്നത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പാരാമാഗ്നറ്റിസം ഡയാമാഗ്നറ്റിക് കറക്റ്റ് ആയിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ബോണ്ട് ഓർഡർ, ബോണ്ട് ലെങ്ത്, അതിന്റെ ബോണ്ട് സ്ട്രെങ്ത്തിന്റെ കാര്യങ്ങൾ, അതുപോലെ മോളിക്കുലർ സ്പെക്ട്ര, അതുപോലെ ബോണ്ട് എനർജി, ഈ കാര്യങ്ങളൊക്കെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ച് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ വി ബി ടി വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. മനസ്സിലായോ? ഇനി അടുത്തതാണ് ഹൈബ്രിഡൈസേഷൻ. അതായത് ഈ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്, നമ്മുടെ വി ബി ടിയുടെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ തന്നെയാണ് എന്ത് ഹൈബ്രിഡൈസേഷൻ പറയുന്നത്. ഇവിടെ ഇത് കൊണ്ടുവന്ന ആരാണ്, ലിനസ് പോളിംഗ് ആണ്. ഓക്കെ, അതായത് മെയിൻ ആയിട്ട് നമുക്ക് ഓരോ നേരത്തെ പറഞ്ഞപ്പോ വി എസ് സി പി തിയറിയിൽ ഓരോ കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ പറഞ്ഞല്ലോ, ഷേപ്പ് പറഞ്ഞു. അതേപോലെ എന്ത് ചെയ്യുക, ഇവിടെയും കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കുറെയൊക്കെ ആർക്ക് പറ്റിയിട്ടുണ്ട്, ഈ ഹൈബ്രിഡൈസേഷനിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഹൈബ്രിഡൈസേഷൻ? ഇവിടെ പറയുന്നത് എന്താ ചോദിച്ചാല് മിക്സിംഗ്, ആറ്റമിക് ഓർബിറ്റൽസിന്റെ മിക്സിംഗ് ആണ് ശരിക്കും എന്ത്
ഹൈബ്രിഡൈസേഷൻ പറയുന്നത്. ഓക്കെ, മിക്സിംഗ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് എനർജീസ് ഓൺ ദ സെയിം ആറ്റം ടു ഫോം ന്യൂ ഇക്വലന്റ് ഓർബിറ്റൽസ് കോൾഡ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അതായത് ഒരാറ്റത്തിലെ ഒരു സെയിം അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിഫറെന്റ് എനർജി ഉള്ള ഓർബിറ്റൽസ് തമ്മിൽ, അതിപ്പോ എസ് ആവാം പി ആവാം, ഓക്കെ, അല്ലെങ്കിൽ എസ് പി ഡി ഇവർ തമ്മിലുള്ള എന്ത് ചെയ്യാം, ഓവർലാപ്പിംഗ് ആവാം, മിക്സിംഗ് ആവാം. അപ്പോ ഈ ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ എന്ത് ചെയ്യാം, മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ മിക്സ് ചെയ്ത ഒരു പുതിയ ഓർബിറ്റൽ ഉണ്ടാവും. അതാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ. ഈ ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ രണ്ട് ആറ്റമിക് ഓർബിറ്റലാണ് അല്ലെങ്കിൽ എന്ത് ഓരോ ആറ്റമിക് ഓർബിറ്റലാണ് മിക്സ് ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് രണ്ടും കൂടെ കൂട്ടിയാൽ രണ്ട് എന്താ പറയാ ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടും. ഈ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റലിന്റെയും എനർജി എന്തായിരിക്കും വരിക, എനർജി സെയിം ആണ് വരിക. ഓക്കെ, അതായത് നമ്മളിപ്പം എന്താ പറയാ ജ്യൂസ് അടിക്കണ പോലെ തന്നെ ഒരു കപ്പില് എന്താ പറയാ വെള്ളം, ഒരു കപ്പില് വേറെ എന്താ പറയാ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് രണ്ട് കപ്പ് ജ്യൂസ് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ രണ്ട് സ്ലൈറ്റ്ലി ഡിഫറെന്റ് എനർജീസിലുള്ള അല്ലെങ്കിൽ എസ് ആവാം പി ഓർബിറ്റലാവാം, ഇവയുടെ മിക്സിങ്ങിലൂടെ കിട്ടുന്ന പുതിയ ഓർബിറ്റലാണ് എന്ത്, നമ്മുടെ ഹൈബ്രിഡ് ഓർബിറ്റൽ. ഈ ഹൈബ്രിഡ് ഓർബിറ്റലിന് എനർജി അതുപോലെ ഷേപ്പ് ഓറിയന്റേഷൻ ഒക്കെ എന്ത് ചെയ്യാറും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഓരോ കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ ഓരോ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, മിക്സിംഗ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ് ഓഫ് സെയിം ആറ്റം. ഓക്കെ, അതായത് ഒരു ആറ്റത്തിലെ ആറ്റമിക് ഓർബിറ്റൽ, അതായത് ഏകദേശം സെയിം എനർജി ഉള്ള, അതായത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2s ഉം 2p തമ്മിൽ എന്ത് ചെയ്യാം, മിക്സിംഗിൽ ഏർപ്പെടാൻ പറ്റും. ഓക്കെ, അതേപോലെ 3s 3p 3d ഇവ തമ്മിൽ എന്ത് ചെയ്യാം, മിക്സിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ല, അതായത് ഇവർ തമ്മിൽ ഏകദേശം എന്താണ് സ്ലൈലി ചെറിയ വേരിയേഷൻ എനർജിയിലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരേ ആറ്റത്തിൽ തന്നെ ഓർബിറ്റൽസിന്റെ മിക്സിംഗ് ആണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. അടുത്ത എന്താണ് പറയുന്നത്, ഇവയുടെയൊക്കെ എനർജി എന്താണ്, ഏകദേശം കമ്പയറബിൾ എനർജീസ് തന്നെയാണ് വരുന്നത്. ദെൻ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ്. അതായത് നോക്കാം, അതായത് ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടും, എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടും. ഓക്കെ, അപ്പൊ എത്ര എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടും, രണ്ട് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടും. കാരണം എന്താ, ഇവിടെ ഒരു എസും ഒരു പിയും കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടി, 2 കപ്പ് ജ്യൂസ് കിട്ടി. അതേപോലെ ഇനി എന്ത് ചെയ്യാ, ഒരു എസും 2 പിയും ആണ്, പി ഓർബിറ്റലാണ് തമ്മിൽ മിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര ഓർബിറ്റലാണ്, 3 ഓർബിറ്റൽ കിട്ടണം. അപ്പൊ 3 എസ് പി 2 ഓർബിറ്റൽ കിട്ടും. ഓക്കെ അല്ലേ. ഇനി നോക്കൂ, ഒരു എസ് 3 പി ഒരു ഡിയും ആണെങ്കിൽ മൊത്തം എത്ര ഓർബിറ്റലാ, 3 4 5 ഓർബിറ്റലാണ്. അപ്പൊ 5 sp3d ഓർബിറ്റൽ കിട്ടും. ഓക്കെ അല്ലേ, അതാണ് ഇവിടെ പറഞ്ഞത്, നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ്. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്യുന്ന എത്ര ആറ്റമിക് ഓർബിറ്റൽ മിക്സ് ചെയ്യുന്നോ അത്രയും ഈക്വൽ എനർജി ഉള്ള ഈക്വൽ ഷേപ്പ് ഉള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടും. ഇനി ഇതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ പറയുന്നത്, ദ ഓൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഈക്വലന്റ് ഇൻ ഷേപ്പ് ആൻഡ് എനർജി. അത് മാറിപ്പോരുത്. അടുത്ത എന്താ പറയുന്നത്, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓൾവേസ് ഫോം സിഗ്മ ബോണ്ട്. ഓക്കെ, ഹൈബ്രിഡ് ഓർബിറ്റൽസ് എല്ലായ്പ്പോഴും എന്ത് സിഗ്മ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ഇനി പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, പൈ ബോണ്ട്സ് ആർ ഫോംഡ് ബൈ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. അപ്പോ ഈ കേസിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ കേസിൽ വരുമ്പം സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്ന ആര് മാത്രമാണ്, ഹൈബ്രിഡ് ഓർബിറ്റിൽ മാത്രമാണ് എന്ത് സിഗ്മ ബോണ്ട് കാണിക്കുന്നത്. അതേസമയം പൈ ബോണ്ട് കാണിക്കുന്ന ആരാണ്, അൺഹൈബ്രിഡ് ഓർബിറ്റൽസ് തമ്മിലാണ്. ഓക്കെ, അതിൽ നിന്നാണ് നമുക്ക് പൈ ബോണ്ട് കിട്ടുക. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ CH4 നമുക്കറിയാം, അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ അറിയാം. അതിനു മുമ്പ് ആദ്യം എന്ത് ചെയ്യുക, CH4ന്റെ സെൻട്രൽ ആയിട്ട് ആരാ വരുന്നത്, കാർബൺ ആണല്ലോ. അപ്പൊ കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുകയാണ്. അല്ലെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ ഇതാണെങ്കിൽ 1s2 2s2 2p2 ആണ് വരുന്നത്. കാരണം നമുക്കറിയാം കാർബണിൽ എത്രയാ 6 ആണല്ലോ ടോട്ടൽ വരുന്നത് അല്ലേ. അപ്പൊ അതിൽ വാലൻസ് വരുന്നത് ഏതൊക്കെയാണ്, 2s2 2p2 ആണ്. അവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ അത് മാത്രമാണ് ജസ്റ്റ് എടുക്കുന്നത്. 2s2 2p2 1 2. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്കും എന്ത് കാർബൺ CH4 അല്ലെങ്കിൽ കാർബൺ കിടക്കുന്നത്. ഇത് ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. നമുക്ക് ഇവിടെ ശരിക്കും എന്ത് 4 ബോണ്ടിങ് വരുന്നുണ്ട്, ഇല്ല 4 ഹൈഡ്രജൻ വരുന്നുണ്ടല്ലോ. പക്ഷെ ഇവിടെ ബോണ്ടിങ് വരാൻ ഇവിടെ ശരിക്കും എന്ത് ഒറ്റയ്ക്ക് കിടക്കുന്ന ആളുകൾ ആരൊക്കെയുള്ളൂ, അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിട്ട് ഇവിടെ അണ്ടറിനെ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ഇതിനെ എക്സൈറ്റ് ചെയ്യും. അപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ കാണുമ്പോൾ നമുക്കറിയാം ഇതിലെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും,
ഇങ്ങോട്ട് ചാടും. ഓക്കെ, അപ്പൊ ഇവിടെ സിംഗിളായി, ദെൻ ഇവിടെ 3 ആള്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ കാണപ്പെടുന്നത്. ഇനി ഇതിലോട്ടാണ് ആര് വരിക? ഇതിലോട്ടാണ് നമ്മുടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും തമ്മിലാണ് എന്ത് മിക്സിങ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു എസും 3 പിയും പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഹൈബ്രിഡൈസേഷൻ എത്രയായിരിക്കും? sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണെന്ത് ഇപ്പൊ ഈ കാണുന്നത് 3 അല്ലെങ്കിൽ 4 എന്താണ് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ്. ഇത് ഓരോന്നും എന്താണ് sp3 ആണ്. ഓക്കെ അല്ലേ? ഇത് 3ഉം 4ഉം sp3 ആണ്. ഇതിലേക്കാണ് ആര് നമ്മുടെ അട്രാക്ട് ചെയ്യാലും ബോണ്ടിങ് ഏർപ്പെടുക? ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടുക. അപ്പൊ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ നോക്കുക, sp3 ഹൈബ്രിഡൈസേഷൻ ആണ് മീഥെയിനിലുള്ളത്. ഇതിന്റെ ഷേപ്പ് വരുന്നത് ടെട്രാഹീഡ്രലാണ്. അത് നിങ്ങൾക്ക് VSEP തിയറി വെച്ച് തന്നെ നമുക്ക് എന്ത് ഇവിടെ വരുന്ന ഷേപ്പ് കൂടെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് എന്ത് ഇവിടെ വരുന്നത് CH4ൽ. പിന്നെ ബോണ്ട് ആംഗിൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഇതിന്റെ ഒരു ഷേപ്പ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ ഷേപ്പ് പറയാ എങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ ഒരു നോബ് വരച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു അറ്റത്ത് ചെറിയൊരു ഇത് നോബ് കൊടുത്താൽ എന്തായി നമുക്ക് ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ ഷേപ്പ് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ കാണപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത്ര ഡെപ്തിൽ പഠിക്കാമല്ലോ, അതുകൊണ്ട് ആ ചിത്രങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ പറയാത്തത്. ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ഷേപ്പ് ഒന്ന് വരച്ച് നോക്കാം. CH4ന്റെ എങ്ങനെ വരിക? ടെട്രാഹീഡ്രലല്ലേ? അതായത് നടുക്കാരുണ്ടാവും, നടുക്ക് നമ്മുടെ കാർബൺ ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒന്ന്, ദെൻ ഇവിടെ ഒന്ന്, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഇങ്ങനെയാണ് എന്ത് ഇതിന്റെ ഷേപ്പ് കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ ആണ് 109.5 ഡിഗ്രി വരുന്നത്. ഓക്കെ അല്ലേ? ആ ഹൈബ്രിഡൈസേഷന്റെ ആ ചിത്രം കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് പറയാത്തത്. അടുത്ത് നോക്കൂ, BF3ന്റെ ഷേപ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ സെൻട്രൽ ആറ്റം ആരാണ്? സെൻട്രൽ ആറ്റം ബോറോൺ ആണ്. ബോണ്ടിങ്ങിലേക്ക് 3 ഫ്ലോറിൻ വന്നിട്ടുണ്ട്. നമുക്കറിയാം ബോറോന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണുള്ളത്? ബോറോന്റെ വാലൻസിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ? അപ്പൊ ഈ വാലൻസിൽ 3 ഇലക്ട്രോൺസും എന്ത് ചെയ്യും? ഫ്ലോറിനുമായിട്ടാണ് മിക്സിങ് വരുന്നത്. അത് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരച്ച് നോക്കാം. അതായത് ലാസ്റ്റ് ഷെല്ലിന്റെ അതായത് എന്താ വരുന്നത്? 2s2 2p1 ആണ് എന്ത് ലാസ്റ്റ് അത് വരുന്നത്. അത് നോക്കുകയാണെങ്കിൽ അതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് വരുമ്പം എങ്ങനെ വരും? ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, 2 1 3 ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുമ്പോ ഇവിടെ 1 വരും, ഇങ്ങോട്ട് 2 ഓക്കെ 1 2 ഇങ്ങനെയാണ് വന്നത്. അപ്പോ ഇതെന്തായി? ഒരു എസും 2 പിയും. ഓക്കെ, ആ മൊത്തം എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടി? sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടി. ഒരു എസും 2 പിയും കൂടി ചേർന്നിട്ടാണ് നമുക്കിവിടെ ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടുന്നത്. അതാണ് എന്ത് sp2 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ അല്ലേ? ഇനി ഇതിലോട്ടാണ് ആര് വരിക? നമ്മുടെ ഫ്ലൂറിന് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ sp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അതിന്റെ ഷേപ്പ് വരുന്നത് എന്താണ്? ട്രയഗണൽ പ്ലേനാർ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഷേപ്പ് വരിക. ഇവിടെ ബി എഫ് 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 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഇവിടെ ലോൺ പെയർ ഇല്ലല്ലോ. BF3ലാണെങ്കിൽ ലോൺ പെയർ ഇല്ല, ജസ്റ്റ് ബോൺ പെയർ മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ നേരത്തെ പഠിച്ച VSEP തിയറിയിൽ എന്താ പഠിച്ചത് അതിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ഷേപ്പ് പറയാൻ പറ്റും. അടുത്തത് BeCl2 നോക്കൂ. BeCl2 ആണെങ്കിൽ ബെറിലി ആണല്ലോ ഇവിടുത്തെ സെൻട്രൽ ആറ്റം. ബെറിലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണെങ്കിൽ എന്താ വരിക? 4 വരുന്നത്. അതായത് 1s2 1s2 2s2 ഇങ്ങനെയല്ലേ വരുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ക്ലോറിനാ വന്നത്? 2 ക്ലോറിനാണ്. പക്ഷെ ഇവിടെ എന്തില്ല? ലോൺ പെയർ ഇല്ല. അതുകൊണ്ട് അത് ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പൊ 2s ഇങ്ങനെ കിടക്കുന്നത്, 2pയിൽ ഒരൊറ്റ ആളും ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോൾ എന്ത് ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ ക്ലോറിന് കഴിയില്ല. അത് എന്ത് ചെയ്യും? ഇവിടുത്തെ ഒരാളെ എക്സൈറ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് ചാടും. അപ്പം ഇവിടെ 2sൽ 1ഉം 2pയിൽ 1ഉം. ഓക്കെ, അപ്പൊ ഇവിടെ ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ ആരൊക്കെയാണ്? ഒരു s ഓർബിറ്റിലും p ഓർബിറ്റിലും തമ്മിലാണ് മിക്സിങ് നടക്കുന്നത്. അങ്ങനെ ഹൈബ്രിഡ് ഓർബിറ്റിൽ ഉണ്ടാകുന്നത് എന്താണ്? sp ഹൈബ്രിഡ് ഓർബിറ്റിലാണ് BeCl2ൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ sp ഹൈബ്രിഡ് ഓർബിറ്റിലാണ് കാണപ്പെടുന്നത്. അതിന്റെ ഷേപ്പ് പറഞ്ഞാൽ എന്താ? ലീനിയർ ഷേപ്പ് ആണ് വരുന്നത്. ലീനിയർ ആണെങ്കിൽ
അതിന്റെ ബോണ്ട് ആംഗിൾ എത്ര 180 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിന്റെ ഷേപ്പ് ഏകദേശം BeCl ഓക്കെ, ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത്. ഇനി PCl5 ആണെങ്കിലോ നമുക്കറിയാം, PCl5 ആണെങ്കിൽ പിയുടെ ബാലൻസ് കോൺഫിഗറേഷൻ ഇതാണെങ്കിൽ എന്താണ് 3s2 3p3 എന്നാണ് വരുന്നത്. ഓക്കെ, 3s2 3p3 ആണ് വരുന്നത്. അതായത് പി ആയതുകൊണ്ട് തന്നെ ബാലൻസിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഇത് മിക്സിങ് നടക്കാൻ പറ്റുമോ? ഈ കേസിൽ പറ്റില്ല. അപ്പൊ എന്താ എക്സൈറ്റർ ചെയ്യും, കാരണം 5 ക്ലോറിൻ വരുന്നുണ്ടല്ലോ. അപ്പം വരുന്നത് എങ്ങനെയാണ് 3s 1, ബാക്കി 3p ഓൾറെഡി 3 ഉണ്ട്, 1 2 3, പിന്നെ അടുത്ത എന്താണ് 3d കൂടെ ഉണ്ടല്ലോ ഇതില്, 3d ഉണ്ട്. അപ്പൊ ഇവിടെ 3s 2 ഉണ്ടായിരുന്ന ഒരാൾ അങ്ങോട്ട് പോകും, 3d പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എസ് 3p ദെൻ ഒരു ഡി. അപ്പൊ നോക്കുകയാണെങ്കിൽ മൊത്തം എത്ര മിക്സിങ് നടക്കുന്നുണ്ട്? ഒരു എസും 3pയും ഒരു ഡിയും. അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ എത്ര sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടുന്നുണ്ട്? sp3d ഹൈബ്രിഡ് ഓർബിറ്റലാണ് എന്ത് നമുക്ക് കിട്ടുന്നത്. sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടുന്നത് എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും. ഓക്കെ, അപ്പൊ 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റലാണ് PCl5 കാണപ്പെടുന്നത്. അപ്പൊ ഈ 5 വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഷേപ്പ് എന്താണ്? ട്രയാഗണൽ ബൈ പിരമിഡൽ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതിന്റെ ഷേപ്പ് ഇതാണ് PCl5ന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇതാണ് ട്രയാഗണൽ ബൈ പിരമിഡൽ. ഇനി ജസ്റ്റ് എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഷേപ്പുകൾ കാര്യങ്ങൾ പറയാണ്. നോക്കൂ, അതായത് നമ്മുടെ ഇവിടെ വരുന്ന ഇലക്ട്രോൺ പെയർസ് 2 ഇലക്ട്രോൺ പെയർസ് ആണ് വരുന്നത് എങ്കിൽ, അതായത് എന്താ പറയാ, അവിടെ ബോണ്ട് പെയർസ് മാത്രമേ ഉള്ളൂ, ലോൺ പെയർ ഇല്ല. അങ്ങനെയെങ്കിൽ ഉണ്ടാകുന്ന ഹൈബ്രിഡൈസേഷൻ എത്ര വരുന്നത്? sp ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. അതിന്റെ സ്ട്രക്ചർ ലീനിയർ ആയിരിക്കും. ഇനി 3 എണ്ണമാണ് വരുന്നതെങ്കിൽ അതെന്താണ്? 3 ഇലക്ട്രോൺ പെയർ ആണ് വരുന്നതെങ്കിൽ അവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ് കാണപ്പെടുക. അതിന്റെ ഷേപ്പ് ട്രയാഗണൽ പ്ലാനാർ ആണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കുക, ഈ ട്രയാഗണൽ പ്ലാനാർ എന്ന് വരുന്നത് ഏത് കേസിലാണ്? ഇവിടെ 3 എന്തായിരിക്കണം? 3ഉം ബോണ്ട് പെയർ ആണെങ്കിലാണ് നമുക്ക് എന്ത് ഈ ഷേപ്പ് കിട്ടുക. ഓക്കെ, ഇനി 4 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ, അതായത് നമ്മൾ എന്ത് 4 ബോണ്ട് പെയർ ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, ബോണ്ട് പെയറിന്റെ എണ്ണം 4 ആണെങ്കിൽ അവിടെ കിട്ടുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അതിന്റെ ഷേപ്പ് ടെട്രാഹീഡ്രലാണ് വരുന്നത്. ഓക്കെ, ഇനി 4 തന്നെ വരാം, പക്ഷെ അതിലെന്ത് 4 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ആണ് വരുന്നതെങ്കിൽ ആ കേസിലും ഹൈബ്രിഡൈസേഷൻ തന്നെയാണ് വരിക, sp3 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച VSEPR തിയറി പ്രകാരം നമ്മളിപ്പോ കുറച്ച് പഠിച്ചല്ലോ. അതായത് ഓരോന്നിലും ഓരോ ലോൺ പെയർ കൂടാം, അല്ലെങ്കിൽ 2 ആവാം, 3 അങ്ങനെയൊക്കെ പഠിച്ചല്ലോ ഓരോ കേസിൽ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ നോക്കേണ്ടത് ടോട്ടൽ ലോൺ പെയറിന്റെ എണ്ണം 4 ആവുകയാണെങ്കിൽ അവിടെ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് വരിക, പക്ഷെ ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. ഇനി 5 ആണെങ്കിലോ, 5 ഇലക്ട്രോൺ പെയർസ് ആണ് വരുന്നതെങ്കിൽ അവിടെ അതിന്റെ ഷേപ്പ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ വരിക? sp3d ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. അവിടെ 5ഉം ബോണ്ട് പെയർ ആവുന്ന കേസിലാണ് നമുക്ക് എന്ത് കിട്ടുക? ട്രയാഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് കിട്ടുക. ഓക്കെ അല്ലേ? ഇനി അവിടെ സപ്പോസ് ഇവിടെ എന്താ പറയാ 4 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ നോക്കുമ്പോൾ 5 ഉണ്ടല്ലോ, 5 ഇലക്ട്രോൺ പെയർസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ sp3d ഹൈബ്രിഡൈസേഷൻ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ അതിന്റെ ഷേപ്പ് എന്തല്ല, മോളിക്കുലർ ഷേപ്പ് എന്തല്ല, ട്രയാഗണൽ ബൈ പിരമിഡൽ അല്ല. അതിന്റെ ഷേപ്പ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് എന്താണ്? സീസോ ഷേപ്പ് ആണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഷേപ്പ് വരിക. അടുത്ത് നോക്കൂ, 6 ഇലക്ട്രോൺ പെയർ ആണെങ്കിലോ, ഇവിടെ നമുക്ക് എത്ര, നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. 6 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ ഇവിടെ 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണ്ടേ? 6 വരണമെങ്കിൽ നമുക്ക് എന്ത് ഒരു എസ് വേണം, പിന്നെ ബാക്കി 3p, അപ്പൊ എത്ര 4 ആയി. ഇനി ബാക്കി 2 ഡിയും കൂടെ കൂട്ടി, അങ്ങനെ മൊത്തം എന്ത് 6 sp3d കിട്ടുക, sp3d2 കിട്ടുക. അപ്പൊ അതിന്റെ ഷേപ്പാണ് എന്ത് ഒക്ടാഹീഡ്രൽ വരുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6ഉം ബോണ്ട് പെയർ ആണെങ്കിലാണ് എന്ത് വരിക? ഒക്ടാഹീഡ്രൽ വരിക. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി 7 ലോൺ പെയർ വരാ, 7 ഇലക്ട്രോൺ പെയർ വരാലോ. 7 വരാണെങ്കിൽ നമുക്ക് മൊത്തം ഓർബിറ്റൽസിന്റെ എണ്ണം നിങ്ങൾ ചെയ്തു
ഏഴെണ്ണം വേണ്ടേ, അതായത് SP3 ആകുമ്പോൾ 4 പിന്നെ T3 അത് മൊത്തം ഇതാണ്ടോ 7 ലോൺ പെയർ ആണെങ്കിൽ അല്ലെങ്കിൽ 7 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ അവിടെ എന്ത് SP3D3 ആണ് എന്ത് അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ വരുന്നത്. അതിന്റെ സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ജോമെട്രി എന്താ പെന്റഗണൽ ബൈ പിരമിഡൽ ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം ഓർത്ത് വെക്കുക. ഓരോന്നിന്റെ ഷേപ്പ് കാര്യങ്ങൾ നമുക്ക് എക്സാമിന് എന്ത് ഹൈബ്രിഡൈസേഷൻ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. പലതിന്റെ ഷേപ്പുകൾ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഞാൻ അവിടെ ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്ന എക്സ്ട്രാ വരുന്ന ഒന്ന് രണ്ട് ഇതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് CH4 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു SP3 ഹൈബ്രിഡൈസേഷൻ ആണ്, ടെട്രാ ഹീഡ്രലാണ് അതിന്റെ ഇലക്ട്രോൺ ജോമെട്രി. അതുപോലെ അതിന്റെ ആക്ച്വൽ ഷേപ്പും ടെട്രാ ഹീഡ്രൽ തന്നെയാണ് വരുന്നത്. കാരണം എന്താ അവിടെ ലോൺ പേയേഴ്സ് ഇല്ല, ലോൺ പേയേഴ്സ് ഇവിടെ 0 ആണ്. ഇനി NH3ന്റെ കേസ് നോക്കൂ. NH3യിലാണെങ്കിൽ NH3യിൽ നമുക്കറിയാം ടോട്ടൽ ഇലക്ട്രോൺ പേയേഴ്സ് എത്ര ഉണ്ട്, 4 എണ്ണം ഉണ്ട്. ഓക്കെ, പക്ഷേ NH3യില് ഒരു ലോൺ പെയർ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ലോൺ പെയർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആക്ച്വൽ ഷേപ്പ് എന്ത് പറയാൻ പറ്റില്ല, ടെട്രാഹീഡ്രൽ പറയാൻ പറ്റില്ല. ഓക്കെ, ആക്ച്വൽ ഷേപ്പ് എന്താ വരിക, ട്രയാഗണൽ പിരമിഡൽ ആണ്. നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞിരുന്നു നമ്മുടെ NH3ന്റെ ഷേപ്പ് എന്താണ്, ഇങ്ങനെ പിരമിഡൽ ഷേപ്പ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ, അപ്പൊ ആംഗിള് 107 ഡിഗ്രി നേരത്തെ പറഞ്ഞായിരുന്നു. അടുത്തത് H2O ആണെങ്കിൽ ഇവിടെ എത്ര വരിക, SP3 ഹൈബ്രിഡൈസേഷൻ തന്നെ വരുന്നത്. കാരണം ഇവിടെ 4 ഇലക്ട്രോൺ പെയേഴ്സ് കാണപ്പെടുന്നുണ്ട് SP3യിൽ. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ ഷേപ്പ് എന്താണ്, ഇലക്ട്രോൺ ജോമെട്രി വരുന്നത് എന്താണ് ടെട്രാഹീഡ്രൽ ആണെങ്കിലും ആക്ച്വൽ ഷേപ്പ് നമുക്കറിയാം VSEPR തിയറി ആണെങ്കിലും ഹൈബ്രിഡൈസേഷൻ പറയുകയാണെങ്കിലും ആക്ച്വൽ ഷേപ്പ് പറയുമ്പോൾ അവിടെ ലോൺ പെയർ അതിനെ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, ബാക്കി എന്താ പറയാ ബോണ്ടിങ്ങിൽ വരുന്ന ആറ്റത്തിന്റെ ആ ഷേപ്പ് മാത്രമേ എന്ത് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. അപ്പൊ ആക്ച്വൽ ഷേപ്പ് H2O ഷേപ്പ് എന്താ വരിക, ബെൻഡ് ഷേപ്പ് ആണ് വരുന്നത്. അല്ലേ, നിങ്ങൾ നോക്കൂ H2O ഷേപ്പ് ഇങ്ങനെയല്ലേ, ബെൻഡ് ഷേപ്പ് അല്ലായിരുന്നോ? പക്ഷെ വേറെ ഇവിടെ ആര് കിടക്കുന്നുണ്ട്, 2 ലോൺ പേയേഴ്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്ത് തന്നെയാണ്, ടെട്രാഹീഡ്രൽ ഷേപ്പ് ആണ്. പക്ഷെ ആക്ച്വൽ ഷേപ്പ് എന്താണ് വരിക, ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞതിന്റെ സ്ട്രക്ചർ എന്ത് നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ അതിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ SP ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അതായത് ഇവിടെ ടോട്ടൽ പെയർ ഇലക്ട്രോൺ പെയർ എത്ര വരിക, 2 ഇലക്ട്രോൺ പെയർ ആണ് ഉണ്ടാവുക. അത് എന്താവാം, ലീനിയർ ഷേപ്പ് ആവാം. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നോക്കൂ SP2 ഹൈബ്രിഡൈസേഷൻ. SP2 ആണെങ്കിൽ ഇവിടെ എന്ത് 3 ഇലക്ട്രോൺ പെയർ ആണ് ഇവിടെ കാണപ്പെടുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ബോൺ പെയർ 3 ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ലോൺ പെയർ 0 ആണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്താണ് വരിക, ട്രയാഗണൽ പ്ലാനാർ ഷേപ്പ് ആണ്. ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ലോൺ പെയറും 2 ബോൺ പെയറും ആണെങ്കിൽ 2BP യും 1 LP യും വരികയാണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്താണ് വരിക, ബെൻഡ് ഷേപ്പ് ആണ് വരിക. ഓക്കെ, ഇനി വേറൊരു കേസിൽ നിങ്ങൾക്ക് എന്ത് ഇവിടെ ഒരു ഓക്കെ ജസ്റ്റ് ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചാൽ മതി. അടുത്ത് നോക്കൂ SP3യിലാണെങ്കിലോ ഇവിടെ 4 ഇലക്ട്രോൺ പെയർസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഇവിടെ SP3 ഉള്ളത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ലോൺ പെയർസിന്റെ എണ്ണം 0 ആണെങ്കിൽ അത് ടെട്രാഹീഡ്രൽ ആണ്. ഒരു ലോൺ പെയർ ഉണ്ട് എങ്കിൽ അത് പിരമിഡൽ ഷേപ്പ് ആയിട്ട് മാറും. ഇനി 2 ലോൺ പെയർ ആണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്താണ്, ബെൻഡ് ഷേപ്പ് ആണ് വരിക. എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാലോ, CH4 ഇവിടെ NH3, ബെൻഡ് ഷേപ്പ് വരുന്നത് H2O. അടുത്ത് നോക്കൂ SP3D ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഇവിടെ മൊത്തം 5 ഇലക്ട്രോൺ ഓർബിറ്റൽസിൽ എന്ത് ഇലക്ട്രോൺ പെയർസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരുന്നുണ്ട്. ഇവിടെ നോക്കാം ഒരു ലോൺ പെയറും ഇല്ല, കംപ്ലീറ്റ് ബോൺ പെയർ ആണെങ്കിൽ അതിന്റെ ഷേപ്പാണ് ട്രയാഗണൽ ബൈ പിരമിഡൽ. ഇനി അതിൽ ഒരു ലോൺ പെയർ വരികയാണ്, ബാക്കി 4 ബോൺ പെയർ ആണെങ്കിൽ അതാണ് നമ്മുടെ സീസോന്റെ ഷേപ്പ് വരുന്നത്. അടുത്ത് നോക്കൂ T ഷേപ്പ് വരുന്നത് ഏത് കേസിലാ, 2 ലോൺ പെയർ വരികയാണെങ്കിലാണ് നമുക്ക് T ഷേപ്പ് വരുന്നത്. ഇനി 3 ലോൺ പെയറും 2 ബോൺ പെയറും ആണെങ്കിൽ ആ കേസിലാണ് ലീനിയർ വരുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരുന്ന കേസ്, അതായത് SP3D2. അങ്ങനെ വരുമ്പോൾ 6 ബോൺ പെയർ ആണെങ്കിൽ അവിടെ വരുന്നതാണ് ഒക്ടാഹീഡ്രൽ. അതിൽ ഒരു ലോൺ പെയറും 5 ബോൺ പെയറും ആണെങ്കിൽ സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ആണ്. ഇനി അതല്ല 2 ലോൺ പെയറും ബാക്കി 4 ബോൺ പെയറും ആണെങ്കിൽ അവിടുത്തെ ഷേപ്പ് സ്ക്വയർ പ്ലെയിനാർ ആണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും ഷേപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാറിപ്പോരുത്,
അപ്പൊ VSEPR തിയറി പ്രകാരം പഠിച്ചത് തന്നെ ശരിക്കും എന്ത് നിങ്ങൾക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ കൺസെപ്റ്റ് മാത്രം ചെറിയ വേരിയേഷൻ വരുന്നുള്ളൂ. എന്താണെങ്കിലും നിങ്ങൾ ആലോചിക്കേണ്ടത് ടോട്ടൽ ഇലക്ട്രോൺ പെയർസ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എഴുതാൻ പറ്റണം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ നോക്കുന്നതാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, അല്ലെങ്കിൽ ഇതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ തിയറിയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഇനി നമ്മൾ ഇത് എന്താ പറയാ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ എന്താണ്, ആറ്റമിക് ഓർബിറ്റൽസിന്റെ കേസ് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇവിടെ നടക്കുന്നത് ആ മോളിക്കുലാർ ഓർബിറ്റലിന്റെ ഫോർമേഷൻ ആണ്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആറ്റമിക് ഓർബിറ്റൽസിന്റെ പോലെയല്ല, അല്ലെങ്കിൽ ആറ്റമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് ആ കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ കേസ് ആണ്. നോക്കാം, ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ്? ഹണ്ടും അതുപോലെ RS മുള്ളിഗനും ആണ് എന്ത് ഇത് പ്രൊപ്പോസ് ചെയ്ത അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത ആളുകൾ. ഇനി ഇതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? It explains the formation of chemical bond in molecules by considering the combination of atomic orbitals to form molecular orbitals. അപ്പൊ നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽസ് തിയറിയിൽ വരുന്ന എന്താണ്, മോളിക്കുലാർ ഓർബിറ്റൽസ് എന്നുള്ള കൺസെപ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോ നോക്കാം ഓരോന്നും. When two or more atomic orbitals of comparable energy and proper symmetry overlap, they combine to form new orbitals called molecular orbitals. ഓക്കെ, അതായത് ആറ്റമിക് ഓർബിറ്റൽസ് ഏകദേശം കമ്പാരബിൾ എനർജി ആയിട്ടുള്ള ആറ്റമിക് ഓർബിറ്റൽസ് കൂടി ചേർന്ന് എന്തുണ്ടാവുകയാണ്, ഹൈബ്രിഡ് ഓർബിറ്റൽ എന്നല്ല ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ഐറ്റൽ ഉണ്ടാവുന്നത് എന്താണ്, മോളിക്കുലാർ ഓർബിറ്റലാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ആറ്റമിക് ഓർബിറ്റൽസ് കൂടി ചേർന്ന് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ മോളിക്കുലാർ ഓർബിറ്റൽസ് എന്തായിരിക്കും, അത് ആ മോളിക്യൂൾസിന് മൊത്തത്തിലായിരിക്കും എന്ത് ചെയ്യുക, അതിനാ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഷേപ്പ് അല്ലെങ്കിൽ അത് മൊത്തത്തിലായിരിക്കും അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ദെൻ ദീസ് മോളിക്കുലാർ ഓർബിറ്റൽസ് ബിലോങ് ടു ദ എൻറ്റയർ മോളിക്യൂൾ, നോട്ട് ജസ്റ്റ് ഇൻഡിവിജ്വൽ ആറ്റംസ്. ഓക്കെ, അതായത് ഇപ്പോ H2 എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഓരോ Hനും എന്തുണ്ട്, ഓരോ Hന്റെ ആറ്റമിക് ഓർബിറ്റൽസ് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഒരു കോമൺ ആയിട്ട് മോളിക്കുലർ ഓർബിറ്റൽ കിട്ടുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത് നമുക്കറിയാം ഈ ഓരോ ഹൈഡ്രജൻ എന്തുണ്ട്, സെപ്പറേറ്റ് ന്യൂക്ലിയസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ മോളിക്കുലർ ഓർബിറ്റൽസിന്റെ കേസിൽ എന്തല്ല, ഒരു ന്യൂക്ലിയർ അല്ല അല്ലെങ്കിൽ മൾട്ടി ന്യൂക്ലിയസ് എന്ത് ഇവിടെ ഉണ്ടാവും. പിന്നെ ഇവിടെ വരുന്ന എന്താ പറയാ ഓർബിറ്റൽസ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓർബിറ്റൽസ് കിട്ടും. ഒന്ന് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും കിട്ടും, അതുപോലെ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യാം, ഈ കേസിൽ അല്ലെങ്കിൽ എന്ത് ആറ്റമിക് ഓർബിറ്റൽസ് മിക്സ് ചെയ്യുന്ന രീതി അനുസരിച്ച് അല്ലെങ്കിൽ എന്ത് ഓവർലാപ്പ് ചെയ്യുന്ന രീതി അനുസരിച്ച് മോളിക്കുലാർ ഓർബിറ്റൽസ് എങ്ങനെ ആവാം, ഒന്നെങ്കിൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആവാം, അല്ലെങ്കിൽ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആവാം. അതാണ് BMOയും IABMOയും. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് വരിക, ഇവിടെ എത്ര ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തോ അത്രയും എന്തുണ്ടാവും, മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് എന്തായാലും ഓർത്ത് വെക്കുക. അതായത് രണ്ട് ആറ്റമിക് ഓർബിറ്റൽ കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, രണ്ട് എസിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ കിട്ടും, രണ്ടെണ്ണം കിട്ടും. നമ്മൾ നേരത്തെ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഇവിടെ പുതിയൊരു ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാകുന്ന പറയാം, ഇവിടെ ഉണ്ടാകുന്ന എന്താണ്, പുതിയ മോളിക്കുലാർ ഓർബിറ്റലാണ്. ആ ഒരു കാര്യം മാത്രമേ ഇവിടെ നോക്കേണ്ടിയുള്ളൂ. പിന്നെ ഉണ്ടാകുന്ന ഓർബിറ്റൽസ് ഏതൊക്കെയാണ്, ഒന്ന് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും രണ്ടാമത്തത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ആണ്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായാലും നോക്കാം. ഇനി ഇതിന്റെ എനർജി കമ്പയർ ചെയ്യുകയാണെങ്കിൽ BMOക്ക് എന്താണ്, ലോവർ എനർജിയാണ് വരുന്നത്, അതേസമയം ABMO എന്താണ്, ഹയർ എനർജിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ BMOന്റെ എനർജി ലോവർ ആണ്, അതേസമയം ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ ABMOക്കാണ് കൂടുതൽ എനർജി ഉള്ളത്. ഇനി അടുത്ത് നോക്കുന്നത് ഇതെങ്ങനെ ഫോം ചെയ്യുക, അല്ലെങ്കിൽ BMOയും ABMO എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അതെങ്ങനെ ഉണ്ടായത്, ഇറ്റ് ഈസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ്, അതായത് LCAO. അതെങ്ങനെ ചോദിച്ചാല് നമുക്കറിയാം, നമ്മള് ആറ്റമിക് സ്ട്രക്ചർ പഠിപ്പിച്ചപ്പം ആറ്റമിക് ഓർബിറ്റൽസ് എങ്ങനെയാണ് അതിനൊക്കെ കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ ഉണ്ട് പറഞ്ഞല്ലോ, ഇല്ലേ? അത് നമ്മളെന്ത് വേവ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ സപ്പോസ് ഇതാണ് എന്റെ വേവ് ഫംഗ്ഷൻ വിചാരിക്കുക, അല്ലെങ്കിൽ ഈ കേസിൽ എന്ത്
ഇതിന്റെ ഇത് psi1 ആണ് വിചാരിക്കുക. ഇതും വേറൊരു ഓർബിറ്റിൽ അതിന്റെ വേവ് ഫംഗ്ഷൻ തമ്മിൽ മിക്സ് ചെയ്യാന്ന് വിചാരിക്കുക. അതാണല്ലോ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പറയുന്നത്, മിക്സിംഗ് ആണല്ലോ. അത് മിക്സ് ചെയ്യുമ്പോൾ നോക്കൂ, ഇതിന്റെ psi1 ഉം psi2 മിക്സ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ psi-a psi-b തമ്മിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നോക്കൂ, ഇത് ഒരേ ഫേസിലാണ് മിക്സിംഗ് നടക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പുതിയ ഓർബിറ്റൽ എന്തായിരിക്കും? നിങ്ങൾ ഇന്റർഫറൻസ് പഠിച്ചിട്ടില്ലേ? ആ ഇന്റർഫറൻസിന് അതേ കാരണം കൺസെപ്റ്റിന് ഇവിടെ പറയുന്നത്. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ പുതിയ ഓർബിറ്റൽ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. അതാണെന്ത്? സൈ ബോണ്ടിങ്, അല്ലെങ്കിൽ ബോണ്ടിങ് ഓർബിറ്റൽ ഉണ്ടാകുന്നത് ഏത് സമയത്താണ്? നമ്മുടെ ഈ ഓർബിറ്റലിന്റെ മിക്സിംഗ് നടക്കുമ്പോൾ രണ്ടും ഒരേ ഫേസിലാണ് മിക്സിംഗ് നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പുതിയ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആണെന്ത്? അതാണ് നമുക്ക് BMO ആയിട്ട് വരുന്നത്. അത് പറഞ്ഞാൽ എന്താണ്? psi-a പ്ലസ് psi-b ആണ്. ഇത് psi-aയും ഇത് psi-b ആണെങ്കിൽ ഇതിന്റെ അഡീഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇതല്ല, നമുക്ക് എന്ത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരാം. അതായത് ഒന്ന് ഇങ്ങനെയും രണ്ടാമത്തെ ആളെന്ത് ഔട്ട് ഓഫ് ഫേസും ആണ് എന്ത് മിക്സിങ് നടക്കുന്നതെങ്കിൽ, ഇവർ തമ്മിൽ ഔട്ട് ഓഫ് ഫേസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുക? ഔട്ട്പുട്ട് ഇങ്ങനെ 0 ആയിട്ടല്ലേ കിട്ടുക, അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് അല്ലേ കിട്ടുക, അല്ലേ? അപ്പൊ ഇത് psi-aയും psi-b ആണ് എങ്കിൽ ഇവിടെ ഇവരുടെ മിക്സിങ് എന്ത് ഔട്ട് ഓഫ് ഫേസിലാണ് മിക്സിങ് നടക്കുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഓർബിറ്റലാണ് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ, അല്ലെങ്കിൽ അവിടുത്തെ വേവ് ഫംഗ്ഷൻ ആണ് psi ആന്റി ബോണ്ടിങ്. ഓക്കെ അല്ലേ? അതെന്താണ്? സബ്ട്രാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് കേസിലാണ്, ഇതിന്റെ രണ്ട് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും അതുപോലെ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും കിട്ടുന്നത്. മനസ്സിലായല്ലോ? പിന്നെ ഈ മോളിക്കുലർ ഓർബിറ്റൽസ്, നമ്മൾ ആറ്റമിക് ഓർബിറ്റൽസിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ആറ്റമിക് ഓർബിറ്റൽസ് ഏതൊക്കെ തിയറി ഒബേ ചെയ്യുന്നുണ്ട്? ഓഫ് ബോ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്, പോളി പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്, ദെൻ ഹൺസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ട്, അല്ലേ? ഇതേപോലെ തന്നെയാണ് എവിടെ വരുന്നത്? മോളിക്യൂൾസിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ ആറ്റത്തിന്റെ കേസ് അല്ലെങ്കിൽ ഓർബിറ്റൽ പറയുമ്പോൾ അവിടെ എന്താ പറഞ്ഞത്? അവിടെ ഒരു ആറ്റത്തിന് ചുറ്റും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഉണ്ടാകുന്ന ഓർബിറ്റൽസിന്റെ കേസാണ് പറഞ്ഞതെങ്കിൽ, ഇവിടെ എന്താണ്? ഒന്നിലധികം ന്യൂക്ലിയസ് ഉണ്ടാവും. കാരണം എന്താ? അവിടെ മോളിക്യൂൾ അല്ലേ? മോളിക്യൂൾ പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്? ഒന്നിലധികം ന്യൂക്ലിയസ് അവിടെ വരും, ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റലും ഓഫ് ബോ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്, അതുപോലെ പോളി പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്, ഹൺസ് റൂളും ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ആ ഓഫ് ബോ പ്രിൻസിപ്പിൾ നമുക്കറിയാലോ. ഇവര് ഫില്ലിങ്, അല്ലെങ്കിൽ ഇതിന്റെ ഇവിടുത്തെ മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ അതിലേക്ക് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എങ്ങനെ തന്നെയാണ്? ലോവസ്റ്റ് എനർജിയിൽ ഫില്ല് ചെയ്തിട്ടാണ് അടുത്തതിലേക്ക് ഹയസ്റ്റിലേക്ക് പോവുള്ളൂ. ഓക്കെ അല്ലേ? അതേപോലെ പോളി പ്രിൻസിപ്പിൾ അതുപോലെ തന്നെ എന്താണ്? ഇവിടെയും ഒരു മോളിക്കുലർ ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസേ മാക്സിമം പറ്റുള്ളൂ? 2 ഇലക്ട്രോൺസിനെ പറ്റുള്ളൂ. ഇനി ഈ 2 ഇലക്ട്രോൺസ് എങ്ങനെ തന്നെ ആവണം? രണ്ടും ഒരേ സ്പിന്ന് പറ്റുമോ? പറ്റില്ല, രണ്ടും ഓപ്പോസിറ്റ് സ്പിന്നേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ പോളി പ്രിൻസിപ്പിൾ ഇത് ഒബേ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താ? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, അത് ഒബേ ചെയ്യുന്നില്ലേ? അതും ഇവിടെ ഒബേ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഓർബിറ്റൽസ് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം പാരൽ സ്പിൻ ആയിട്ട്, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടാണ് ആദ്യം ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അതിനുശേഷമാണ് നമ്മൾ അതിനെ പെയർ ആക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ സംഗതി ആറ്റമിക് ഓർബിറ്റൽസിന്റെ കാര്യം അറിയുന്നുണ്ടെങ്കിൽ അതേ കൺസെപ്റ്റിന്റെ മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ കേസിലാണ്ട് ഒന്ന് പറഞ്ഞാൽ മതിയാവും. ഓക്കെ, ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയി നോക്കേണ്ടത് ഇതിന്റെ എനർജി ഓർഡർ ആണ്. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് നമ്മൾ നേരത്തെ പഠിച്ചു, നമുക്ക് എന്ത് രണ്ട് ടൈപ്പ് ബോണ്ടുകൾ വരുന്നുണ്ടല്ലോ. സിഗ്മ ബോണ്ടും വരുന്നുണ്ട്, അതുപോലെ പൈ ബോണ്ടും വരുന്നുണ്ട്. ഇനി ഈ കേസിലാണെങ്കിൽ നമുക്കറിയാം ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്, അതുപോലെ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്. അപ്പൊ ഇവിടെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ വരുന്നതാണ് ഏതൊക്കെ? സിഗ്മയും പൈയും. ഇനി ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആണ് എങ്കിൽ അവിടെ വരുന്ന ഇതാണ് ഏതൊക്കെ? സിഗ്മ സ്റ്റാറും അതുപോലെ പൈ സ്റ്റാറും. ഓക്കെ അല്ലേ? സിഗ്മ സ്റ്റാറും പൈ സ്റ്റാറും. അപ്പോ വ്യത്യാസം എന്താ ചോദിച്ചാല്, സിഗ്മയും പൈയും മോളിക്കുലർ ഓർബിറ്റൽസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്? അഡിറ്റീവ് ആണ്, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് നടക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? സിഗ്മയും പൈയും കിട്ടുന്നത്. അതേസമയം സബ്ട്രാക്റ്റീവ് ആണ് എങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സിഗ്മ സ്റ്റാർ ഓവർലാപ്പിംഗ് അതുപോലെ പൈ സ്റ്റാറും കിട്ടുന്നത്. ഓക്കെ, പിന്നെ സിഗ്മയും പൈയും എന്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സിഗ്മയാണെങ്കിൽ ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ്,
ഇനി പൈ ആണെങ്കിലോ സൈഡ് ടു സൈഡ് ഓവർലാപ്പിങ്ങോ അല്ലെങ്കിൽ ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണ് വരുന്നത്. അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമുള്ളത് എന്താണ്? സിഗ്മയും പൈയും പറഞ്ഞാൽ അത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിന്റെ കേസാണ് സിഗ്മയും പൈയും വരിക. ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആണെങ്കിൽ അതിനാണ് എന്ത് സിഗ്മ സ്റ്റാറും പൈ സ്റ്റാറും കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ഇതിൽ ഏറ്റവും എനർജി കൂടിയത് ആർക്കാണ്? ABMOക്കാണ്. BMOക്ക് എനർജി കുറവാണ്. അപ്പൊ ഇതിന്റെ എനർജി ഓർഡർ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഓർഡർ അറിയണം. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക. അതായത് 14 വരെ, ഓക്കെ, ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം 14 വരെ ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട എനർജി ഓർഡർ ഈ പറയുന്നതാണ്. ഏതൊക്കെ? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, then pi 2px equal to pi 2py, then sigma 2pz, then pi 2px equal to pi star 2px equal to pi star 2py, then sigma star 2pz. അവിടെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ നോക്കുക, സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, അതായത് ബോണ്ടിങ്ങും മറ്റേത് എന്താ സിഗ്മ സ്റ്റാർ പറയുമ്പോൾ ആന്റി ബോണ്ടിങ്ങും. ദെൻ സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, ഇത് ഏതൊക്കെ? ഒന്ന് ബോണ്ടിങ്ങും ഒന്ന് ആന്റി ബോണ്ടിങ്ങും. ഇനി അടുത്ത് പറയുമ്പോൾ പി ഓർബിറ്റലാണല്ലോ. പി ഓർബിറ്റലില് നമുക്കറിയാം പൈ ബോണ്ടിങ് മെയിൻ ആയിട്ട് തരുന്ന ആരൊക്കെയാണ്? PX ഉം PY ആണല്ലോ. അപ്പൊ അതില് ആദ്യം എന്ത് കൊടുക്കാം? പൈ 2px ഈക്വൽ ടു പൈ 2py. ഏകദേശം അതിന്റെ എനർജി എന്താണ്? സിമിലർ വരുന്നത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഇത് വരിക സിഗ്മ 2pz വരുന്നത്. ഓക്കെ, സിഗ്മ 2pz വരാൻ കാരണം എന്താ? അതിന്റെ ഓവർലാപ്പിംഗ് ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ്. ദെൻ അടുത്തത് ഇതൊക്കെ എന്ത് ചെയ്യാ? അപ്പൊ ഇത് XPX PY PZ ക്രമത്തിൽ വന്നു. അടുത്ത് എന്ത് ചെയ്യാ? അതിന്റെ സ്റ്റാർട്ട് കൊടുത്താൽ മതി. പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py, പൈ സ്റ്റാർ 2pz. ഇതാണ് എന്ത്? B2 ആവട്ടെ, C2 മോളിക്കുലർ ആവട്ടെ, N2 ആവട്ടെ, അല്ലെങ്കിൽ 14 വരെ ഇലക്ട്രോൺസിന്റെ ടോട്ടൽ എണ്ണം വരുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം? ഈ കോൺഫിഗറേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി 14നേക്കാൾ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ O2 ആവട്ടെ, F2 ആവട്ടെ, Ne2 ആവട്ടെ, അതിനേക്കാൾ കൂടുതലുള്ള കോമ്പൗണ്ടുകളാണെങ്കിൽ അതിന്റെ കോൺഫിഗറേഷനിൽ വ്യത്യാസം ആകെ വരുന്ന എവിടെ മാത്രമേ ഉള്ളൂ? നമ്മളിപ്പോ ഇവിടെ XYZ എന്ന് പറഞ്ഞ അങ്ങനെയല്ല കൊടുത്തത്. അതിന് പകരം എന്ത് ചെയ്യുക? ഈ സിഗ്മ 2pz മുന്നിലോട്ട് ഇട്ടാൽ മതിയാവും. ഓക്കെ, അപ്പൊ സിഗ്മ 2pz നേരെ മുന്നിലോട്ട് ഇട്ടു. അപ്പൊ നോക്കുക, ബാക്കി ഇതൊക്കെ സെയിം ആണ്. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. അത് കഴിഞ്ഞിട്ട് നോക്കുക, അടുത്ത എന്താ വേണ്ടത്? 14നേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ O2 F2 അതൊക്കെ വരികയാണെങ്കിൽ അവിടെ കൊടുക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് Z ആണ്, അല്ലെങ്കിൽ 2pz ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പൊ സിഗ്മ 2pz. അതിനുശേഷമാണ് എന്ത്? പൈ 2px ഉം പൈ 2py യും. പിന്നെ ബാക്കിയൊക്കെ എന്താ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ വ്യത്യാസം ഒന്ന് പഠിച്ചാൽ മതി. ബാക്കി എന്താ ചെയ്യാ? ആ ഒരു ചേഞ്ച് മാത്രം പറഞ്ഞാൽ മതി. എന്താ ചേഞ്ച്? ഇവിടെ XYZ ആണെങ്കിൽ അടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം Z ചെയ്തിട്ടാണ് X ഉം Y യും ഫില്ല് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നോക്കാം, ഇവിടെ ഫില്ലിങ് എങ്ങനെ വരിക? ഇവിടെ ഓരോന്നിലും നമ്മൾ നോർമലി പഠിച്ച ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റാർ വന്നു തന്നെ ഉള്ളൂ. അപ്പൊ ഓരോന്നിലും 2 വെച്ചിട്ട് തന്നെ എന്ത് മാക്സിമം ഫില്ലിങ് നടക്കുള്ളൂ. ഇനി ഓരോന്നിലും എങ്ങനെയാണ്? ഒന്ന് അപ്പും ഒന്ന് ഡൗണും, അങ്ങനെ എന്ത് സ്പിന്നും ഈക്വൽ സ്പിൻ, പാരലൽ സ്പിൻ ഒരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എന്താ പറയാ, ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ കോൺഫിഗറേഷൻ വെച്ച് നമുക്ക് ബോണ്ട് ഓർഡർ പറയാൻ പറ്റും. അതുപോലെ ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയാം. ഇതെന്താ പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്നൊക്കെ പറയാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് എന്ത് ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിന്റെ എണ്ണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. അതേപോലെ ഇവര് എന്താ പറയാ ഹാഫ് ഫിൽഡ് ആണ് എങ്കിൽ, ഓക്കെ, ഹാഫ് ഫിൽഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ എന്ത് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് എങ്കിൽ അതെന്തായിരിക്കും? അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ആ കോമ്പൗണ്ട് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി അതേസമയം എന്താണ്? ഇതിൽ ഫുള്ള് പെയർഡ് ആണ്. ഓക്കെ, എല്ലാ ഓർബിറ്റിലും പെയർഡ് ആണ് എങ്കിൽ നമുക്ക് പറയാം അതെന്തായിരിക്കും? ആ മോളിക്യൂള് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ പാരാമാഗ്നറ്റിക് ആണെങ്കിൽ ആ മോളിക്യൂൾസിൽ എന്തുണ്ട്? അത് ഫില്ലിങ് നടക്കുമ്പോൾ അതിലെന്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതേസമയം പെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും.
അപ്പൊ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്ന ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഓർത്ത് വെക്കുക. ബോണ്ട് ഓർഡർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ. എൻ ബി പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് ഓർബിറ്റൽസ്. നമ്മൾ സിഗ്മ ഇട്ടല്ലോ, അല്ലെങ്കിൽ സ്റ്റാർ ഇടാണ്ട് ഇരിയല്ലോ, അതിൽ വരുന്ന സിഗ്മയിലും പൈയിലും വരുന്ന ആളുകളാണെന്ത്, അതിലെ ഇലക്ട്രോൺസിന്റെ എണ്ണാണ് എൻ ബി. ദെൻ എൻ എ പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ്. അതായത് നമ്മുടെ സ്റ്റാർ ഇട്ട് സിഗ്മ സ്റ്റാറിലും പൈ സ്റ്റാറിലും വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണാണ് എൻ എ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എൻ ബി മൈനസ് എൻ എ ബൈ ടു ചെയ്താൽ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കൂ, ബോണ്ട് ഓർഡറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആണെങ്കിൽ ആ മോളിക്കൂൾ എന്തായിട്ട് പറയാൻ പറ്റും, അത് സ്റ്റേബിൾ ആണ്. അതേസമയം ബോണ്ട് ഓർഡർ 0 വരികയാണ്, ഇൻ കേസ് നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് ബോണ്ട് ഓർഡർ 0 വന്നു, അങ്ങനെയെങ്കിൽ അതിനർത്ഥം എന്താണ്, അത് അൺസ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ ആ മോളിക്കൂൾ എന്തില്ല, എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റും. പിന്നെ വേറെ കാര്യം എന്താ, ബോണ്ട് ഓർഡർ കൂടുകയാണെങ്കിൽ നമുക്കറിയാലോ, ഇപ്പൊ ഡബിൾ ബോണ്ട് ഉണ്ട്, അതുപോലെ ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ആണെങ്കിൽ അതിന്റെ ബോണ്ട് ഓർഡർ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ അത് ബോണ്ട് സ്ട്രെങ്ത് എന്താവും, കൂടില്ലേ, കൂടും. അതേപോലെ ബോണ്ട് സ്ട്രെങ്ത് കൂടിയാൽ അതിന്റെ ബോണ്ട് ലെങ്ത് എന്താ ചെയ്യുക, അത് കുറയാണ് ചെയ്യുക, അത് ഷോർട്ടർ ലെങ്ത് ആണ് വരിക. അപ്പൊ നോക്കാം, ഹയർ ബോണ്ട് ഓർഡർ ആണ് എങ്കിൽ അവിടെ സ്ട്രോങ്ങർ ബോണ്ട് ആണ് ഉണ്ടാവുക, അതുപോലെ അതെന്താണ്, ഷോർട്ടർ ലെങ്ത് ആണ് വരുന്നത്. ഓക്കെ, ബോണ്ട് ലെങ്ത് കുറയാണല്ലോ ചെയ്യുക. ഇനി ഇതിന്റെ മാഗ്നറ്റിക് നേച്ചർ എന്താണ് നമുക്ക് നോക്കാം. മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രകാരം മോളിക്യൂൾസ് വിത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അതെന്താണ്, പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ അല്ലേ. അതേസമയം മോളിക്യൂൾസ് വിത്ത് ഓൾ പെയർഡ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ എല്ലാതും പെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ ആ മോളിക്യൂൾ എന്താണ്, ഡയാമാഗ്നറ്റിക് ആണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓക്സിജന്റെ മോളിക്യൂൾ. ഓക്കെ, O2 നമുക്കറിയാം, O2 എന്താണ്, പാരാമാഗ്നറ്റിക് ആണ്. അതെങ്ങനെ പാരാമാഗ്നറ്റിക് ആയി എന്നും, അല്ല അതിന്റെ ബോണ്ട് ഓർഡർ നമ്മളിപ്പം നോർമലി O ഡബിൾ ബോണ്ട് O, അതിൽ നിന്നിപ്പോ എന്ത് ബോണ്ട് ഓർഡർ 2 പറയുന്നുണ്ട്. അത് നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രകാരം എങ്ങനെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് ആദ്യം വേണ്ട എന്താണ്, ആദ്യം ഇതിന്റെ കോൺഫിഗറേഷൻ ഇതാണ് വേണ്ടത്. ഓക്കെ, അത് നമുക്ക് എഴുതി നോക്കാം. ഇവിടെ O2 എത്ര ഇലക്ട്രോൺസ് ആണുള്ളത് ടോട്ടല്, ഒരു ഓയിലാണെങ്കിൽ നമുക്കറിയാം വാലൻസ്, അല്ലെങ്കിൽ അതിൽ എത്ര ഇലക്ട്രോൺസ് വരുന്നുണ്ട്, ബാലൻസ് പറയൂ, അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ട് എത്ര ഇലക്ട്രോൺസ് വരുന്നുണ്ട് O2 യെസ്, 16 ഇലക്ട്രോൺസ് ആണ് എന്ത് ടോട്ടല് വരുന്നത്. ഓക്കെ അല്ലേ. നമുക്കിനി ഇതിന്റെ കോൺഫിഗറേഷൻ നോക്കാം. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2, അപ്പൊ 4 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2, അപ്പൊ 8. അടുത്തത് നമുക്കറിയാം O2 അല്ലെങ്കിൽ എന്ത് 14നേക്കാളും മുകളിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യം എന്ത് എഴുതണം, ഇസഡ് ആദ്യം എഴുതേണ്ടത്, അതാണ് എന്ത് സിഗ്മ 2pz. അത് 2 കൊടുത്തു, അപ്പൊ എത്രയായി, 10. ദെൻ പൈ 2px2 പൈ 2py, അതിൽ 2 ഫില്ല് ചെയ്തു. അപ്പൊ മൊത്തം ഇവിടെ 2, 4, 6, 8, 10, 12, 14. ഇനി ഇവിടെ നോക്കാം, പൈ സ്റ്റാർ 2px അതുപോലെ പൈ സ്റ്റാർ 2py. ഇത് നമുക്കറിയാം, ഇത് ഏകദേശം എന്താ, എനർജി ഈക്വൽ അല്ലേ. ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഒരിക്കലും പൈ സ്റ്റാർ 2px2 ഇവിടെ 0 ഒന്നും ഇടാൻ പാടില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഈക്വലായിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, എന്ത് പൈ സ്റ്റാർ 2px1 പൈ സ്റ്റാർ 2py1 അങ്ങനെ കൊടുത്തത്. ഇതാണ് എന്ത് O2 കോൺഫിഗറേഷൻ വരുന്നത്. ഇത് ഇനി നോക്കൂ, ഈ കോൺഫിഗറേഷൻ നോക്കി കഴിഞ്ഞാൽ ഇത് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും എന്താ, ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലേ, 2 അൺപെയർഡ് ഇലക്ട്രോൺസ് O2 മോളിക്കൂളിൽ കാണപ്പെടുന്നുണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ ബോണ്ട് ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് 2 അറിയാം, എന്നാൽ നമ്മൾ ഈ തിയറി വെച്ച് നോക്കാണ്. ആ ബോണ്ട് ഓർഡറിന്റെ ഇക്വേഷൻ എന്താ, ഹാഫ് എൻ ബി മൈനസ് എൻ എ. ഇനി ഇവിടെ എൻ ബി എത്ര വരുന്നത് നോക്കൂ, ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ബോണ്ടിങ് ഓർബിറ്റിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇവിടെ 2, 4, 6, 8, 10, 10 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ 10 മൈനസ്, ഇനി എത്ര ആന്റി ബോണ്ടിങ് വരുന്നുണ്ട് നോക്കൂ. ആന്റി ബോണ്ടിങ് അവിടെ 2, 4, 5, 6. ഓക്കെ, 6 വന്നു. അപ്പൊ 10 മൈനസ് 6/2, അപ്പൊ എത്ര, 4/2 പറഞ്ഞാൽ 2. കണ്ടോ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ എത്ര ബോണ്ട് ഓർഡർ, എത്ര കിട്ടിയ O2 ബോണ്ട് ഓർഡർ 2. അത് നമുക്ക് പറയാം എന്താ, ഡബിൾ ബോണ്ട് എന്ന് പറയാൻ പറ്റും.
ഇനി വേറെ എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നോക്കൂ. ഇനി N2 ആണെങ്കിലോ, N2 മോളിക്കൂൾ ആണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ, അതേപോലെ അതിന്റെ ബോണ്ട് ഓർഡർ എത്രയാണ്, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? യെസ്, ആദ്യം ചെയ്യേണ്ട എന്താണ്, N2 ടോട്ടൽ ഇലക്ട്രോൺസ് നോക്കുക. N2 ടോട്ടൽ ഇലക്ട്രോൺസ് എത്ര ഉണ്ട്? 14 ഇലക്ട്രോൺസ് ആണ് ടോട്ടൽ ഉള്ളത്. ഇനി അതിന്റെ നേരെ കോൺഫിഗറേഷൻ എഴുതാം. ആദ്യം σ1s2 σ* 1s2, then σ2s2 σ* 2s2, then ഇത് 14 വരെ ഉള്ളത് എങ്ങനെ ആദ്യം എഴുതേണ്ട? ആദ്യം px py pz ആ ക്രമത്തിലാണ്. അത് നോക്കാം. അപ്പൊ ആദ്യം പൈ 2px ഈക്വൽ ടു പൈ 2py. ഇവിടെ 2 4 6 8 10 12, ദെൻ അടുത്തത് ഇസഡ് σ2pz, അതിൽ 2. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത്, ഇപ്പൊ മൊത്തം 14 ഇങ്ങനെ ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇതില് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇത് ഡയാമാഗ്നറ്റിക് ആണ്. ഓക്കെ, ഇവിടെ എല്ലാം പെയർഡ് ആണ്. ഇനി അടുത്ത് നോക്കൂ, ഇതിന്റെ ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും? ബോണ്ട് ഓർഡർ BO എങ്ങനെ കണ്ടുപിടിക്കും? ഹാഫ് NB മൈനസ് NA. ഇവിടെ NB എത്ര വരുന്നത്? NB ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്ര വരുന്നുണ്ട് നോക്കാം. 2 4 6 8 10 10 വരുന്നുണ്ട്. അപ്പൊ 10 മൈനസ്, ഇനി ആന്റി ബോണ്ടിങ് എത്ര വരുന്നുണ്ട് നോക്കൂ. 2 4 4 വരുന്നുള്ളൂ. അപ്പൊ 10 മൈനസ് 4/2, അപ്പൊ എത്രയാണ്? 6/2 എണ്ണം 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ബോണ്ട് ഓർഡർ എത്ര കിട്ടി? 3 കിട്ടി. മനസ്സിലായോ? അപ്പൊ നൈട്രജന്റെ ബോണ്ട് ഓർഡർ എത്ര വരുന്നത്? N2 മോളിക്കൂളിന്റെ N2 മോളിക്കൂൾ ആണെങ്കിൽ അതിന്റെ ബോണ്ട് ഓർഡർ 3 അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടാണ് വരുന്നത്. അതുപോലെ ഇതെന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് മോളിക്കൂൾ കിട്ടിയാലും അതിന്റെ സ്ട്രക്ചർ വെച്ച്, അല്ലെങ്കിൽ എന്ത്, അതിന്റെ ആ കോൺഫിഗറേഷൻ എഴുതിയിട്ട് നിങ്ങൾക്ക് അതിന്റെ ബോണ്ട് ഓർഡറും അതുപോലെ അത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ അതൊക്കെ ഇത് വെച്ച് ഈ മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ ഒരു എക്സാം കൂടെ ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക്. കാരണം ഈ തിയറി കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എക്സാമിന്, കാരണം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് ഇതിന്റെ ഓരോ പോസ്റ്റുലേറ്റ് എന്നല്ല ചോദിക്കുന്നത്, ഇതിന്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അറിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. അപ്പൊ എന്നാ ഞാൻ ഒരു എക്സാമ്പിൾ തരികയാണ്. NOന്റെ എന്താ വരിക? NO ആണ് മോളിക്കൂള്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം നമുക്കറിയാം. നൈട്രജനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നൈട്രജനിൽ 7ഉം ഓക്സിജനിൽ 8ഉം, മൊത്തം 15 ഇലക്ട്രോൺ ആണ് ടോട്ടൽ ഉള്ളത്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 15 വരികയാണെന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാം 14ന്റെ മുകളിൽ അറിയുമ്പോൾ ആദ്യം Z ആണ്, ആദ്യം PZ ആണ് ആദ്യം വരിക. നമുക്ക് എഴുതി നോക്കാം. σ1s2 σ*1s2, then σ2s2 σ* 2s2, then അടുത്ത ഏതാണ് വരേണ്ടത്? 15 മുകളിലായതുകൊണ്ട് Z ആദ്യം വരണം. അപ്പം σ2pz അതിൽ 2 കൊടുത്തു. ദെൻ അടുത്തത് പിന്നെ പൈ 2px ഈക്വൽ ടു പൈ 2py. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 4 6 8 10 12 14. ഇനി ഒരു ആളും കൂടി ഉണ്ട്. അപ്പൊ ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ട്, 15 ആണല്ലോ. അത് നേരെ എങ്ങോട്ട് പോകും? പൈ സ്റ്റാർ 2px ആവുന്നു പോകും. ഓക്കെ, അത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ പറ, ഇതിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടോ? ഉണ്ട്. ഒരു ലോൺ പെയർ ഇലക്ട്രോൺ, ലോൺ പെയർ അല്ല, സോറി, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ്? ഇത് പാരാമാഗ്നറ്റിക് ആണ്. അപ്പൊ NO എന്നുള്ളത് എന്താണ്? പാരാമാഗ്നറ്റിക് ആണെന്ന് കിട്ടി. ഇനി അടുത്ത് നോക്കൂ, ഇതിന്റെ ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും? അതിനാദ്യം നമുക്ക് NB NA അറിയണം. അപ്പൊ NB എത്ര ഉണ്ട്? ബോണ്ടിങ് എത്ര ഉണ്ട്? 2 4 6 8 10 10 ഉണ്ട്. അപ്പം ഹാഫ് 10 മൈനസ്, ഇനി ആന്റി ബോണ്ടിങ്ങോ? സ്റ്റാർ വരുന്നത് ഇലക്ട്രോൺസ് 2
4 5 5ആണ്. അപ്പൊ 10 - 5/2. അപ്പൊ എത്ര വരും? 2.5 എന്ന് വരും. ഓക്കെ, അപ്പൊ 2.5 ആണ് എന്തിന്റെ എന്നോന്റെ ബോണ്ട് ഓർഡർ. അത് നിങ്ങൾക്ക് എക്സാമിന് എന്ത് ഓരോ കോമ്പൗണ്ട്സ് തന്നിട്ട് അതിൽ നിന്ന് ബോണ്ട് ഓർഡർ എത്രയാണ്, അതുപോലെ അതിന്റെ പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ, അതുപോലെ ബോണ്ട് ഓർഡറിന്റെ ഇൻക്രീസിങ് ഓർഡറും ഡിക്രീസിങ് ഓർഡറും ബോണ്ട് സ്ട്രെങ്ത്തും, അങ്ങനെ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയണം. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് 14 വരെ ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം PX PY PZ ആ ക്രമത്തിലാണ് എഴുതേണ്ടത്. അതേസമയം 15നേക്കാൾ മുകളിലോട്ടാണ് ഇലക്ട്രോൺസിന്റെ എണ്ണം വരുന്നതെങ്കിൽ ആ മോളിക്യൂൾസിലൊക്കെ എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം PZ എഴുതിയിട്ട് ബാക്കി എന്ത് PXന്റെയും PYന്റെയും ക്രമം എഴുതാൻ പാടുള്ളൂ. ആ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ഒരു എന്താ പറയാ എളുപ്പത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഡയറക്റ്റ് പഠിക്കാൻ പറ്റും. എന്താ പറയാ, ഇപ്പൊ 14 ഇലക്ട്രോൺസ് വരുന്ന കേസൊക്കെ ആണെങ്കിൽ, 14 ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ ആ കേസിൽ ബോണ്ട് ഓർഡർ വരിക 14 ഇലക്ട്രോൺസ് പറഞ്ഞാൽ N2 ആണല്ലോ, നൈട്രജൻ ആണല്ലോ. അപ്പൊ N2 ആയതുകൊണ്ട് തന്നെ അതിന് സിമിലർ ആയിട്ട് വരുമ്പോൾ ബോണ്ട് ഓർഡർ എത്ര വരും? 3 വരും. ആ 14 ഇലക്ട്രോൺസ് എപ്പോ വന്നോ ആ കേസിലൊക്കെ എത്ര വരിക? ബോണ്ട് ഓർഡർ 3 ആണ് വരിക. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ N2, ഇനിയിപ്പോ CO ആണെങ്കിൽ നോക്കുക. CO ആണെങ്കിൽ അത് ശരിക്കും ടോട്ടൽ ഇലക്ട്രോൺസ് എണ്ണം നോക്കൂ നിങ്ങൾ. കാർബണില് 6ഉം ഓക്സിജനിൽ 8ഉം, മൊത്തം 14 അല്ലേ? അത് നിങ്ങൾ ഈ എന്താ പറയാ 14 വന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് പ്രത്യേകിച്ച് എഴുതുന്നു വേണ്ട. 14 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് എത്ര ബോണ്ട് ഓർഡർ വരും? 3 ബോണ്ട് ഓർഡർ വരും. ഓക്കെ അല്ലേ? പിന്നെ ഇതിൽ എന്തുണ്ടോ, ഇത് എന്താ പറയാ പാരാമാഗ്നറ്റിക് ആണോ? അല്ല. ഇവിടെ 14 ഇലക്ട്രോൺ വന്നുകൊണ്ട് തന്നെ ഇവിടെ സ്വാഭാവികമായിട്ട് എല്ലാം പെയർഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് അല്ലെങ്കിൽ ഇവിടെ എന്താ ഡയാമാഗ്നറ്റിക് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ CO ശരിക്കും തന്നെയാണ് ഡയാമാഗ്നറ്റിക് ആണ്. ഇനി നിങ്ങൾക്ക് നോക്കാം, ഇനിയിപ്പോ 15 ഇപ്പൊ നോക്കാം. 14 ഇലക്ട്രോൺ ആണെങ്കിൽ ബോണ്ട് ഓർഡർ വരുന്നത് 3 ആണ്. ഇനി 15 ഇലക്ട്രോൺ വരുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക, അര കുറയും. ഓക്കെ, 2.5 ആണ് വരുന്നത്. ഇനി 16 ഇലക്ട്രോൺസ് വരുന്ന കേസ് ആണെങ്കിൽ അവിടെ 2 ആണ് വരിക. 17 ഇലക്ട്രോൺ ആണെങ്കിൽ അവിടെ 1.5 വരും. ഓക്കെ, 17 ആണെങ്കിൽ 17 ആണെങ്കിൽ എത്ര വരുന്നത്? 1.5. അങ്ങനെയെങ്കിൽ ഇനി 18 വന്നാലോ? 18 വന്നാൽ നിങ്ങൾക്ക് പറയാം, ഈസി ആയിട്ട് പറയാം. 18 ഇലക്ട്രോൺസ് വരുന്ന കേസ് ആണെങ്കിൽ അവിടെ അര കുറഞ്ഞ് 1 വരും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി 20 വരാണെങ്കിലോ? 20 വരാണെങ്കിൽ ഇതിന്ന് എന്താ പറയാ 19 ആണെങ്കിൽ എന്ത് അര വരും. അത് പിന്നെ കുറഞ്ഞ് എന്താ പറയാ 20 കേസിൽ അവിടെ വരുന്ന എത്രയാണ്? അവിടെ നമുക്ക് എന്ത് 0 കിട്ടും. ബോണ്ട് ഓർഡർ 0 വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ബോണ്ട് ഓർഡർ 0 വന്നാൽ അതിന്റെ അർത്ഥം ആ കോമ്പൗണ്ട് എന്തില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല അർത്ഥം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ Ne2 ഈ ഒരു കോമ്പൗണ്ടിന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി. Ne പറഞ്ഞാൽ 10 ഇലക്ട്രോൺസ്, Ne2 പറഞ്ഞാൽ ആ മോളിക്കൂളിൽ 20 ഇലക്ട്രോൺസ് ആണ് ടോട്ടൽ വരുന്നത്. ഇതിന്റെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇതിന്റെ ബോണ്ട് ഓർഡർ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര വരിക? 0 ആണ് വരുന്നത്. ഓക്കെ, 0 വരാണ് എന്താ? Ne2 പറഞ്ഞ കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യണില്ല. അതേപോലെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കൂ, നമ്മുടെ He He2 എന്നുള്ള കോമ്പൗണ്ട് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. He2 പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 4 അല്ലേ വരുന്നത്? He2 പറയുമ്പോൾ 4 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കോൺഫിഗറേഷൻ ഏതാണെങ്കിൽ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 ദെൻ സിഗ്മ ഇത്രയേ ഉള്ളൂ വരുന്നത് അല്ലേ? 4 എണ്ണമായല്ലോ, 4 എണ്ണമായി. ഇനി നോക്കുക, ഇതിന്റെ ബോണ്ട് ഓർഡർ എഴുതി നോക്കൂ. ഇവിടുത്തെ NB എത്ര വരുന്നത്? 2 ആണ്. Na എത്ര വരുന്നത്? 2 ആണ്. അപ്പൊ 2 - 2/2 ആണ് എത്ര? 0 ആണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ബോണ്ടിങ് ഓർബിറ്റൽസിന്റെ എണ്ണം ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസിന്റെ എണ്ണം സെയിം ആയി വരികയാണെങ്കിൽ അവിടെ ബോണ്ട് ഓർഡർ 0 ആണ് വരുന്നത്. അതായത് ബോണ്ട് ഓർഡർ 0 വന്നാൽ ആ കോമ്പൗണ്ട് എന്തില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്ത് വെക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു ഓർഡർ മനസ്സിലായല്ലോ? അതായത് 14 വരികയാണെങ്കിൽ 14 ഇലക്ട്രോൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ബോണ്ട് ഓർഡർ വരുന്നത്
3 15 വരികയാണെങ്കിൽ അവിടെ 2.5 വരിക. 16 ആണെങ്കിൽ, അതായത് 16 വേണം നമ്മുടെ ഓക്സിജൻ ഒക്കെ 2 വരിക. ഓക്കെ. ഇനി 17 ആണെങ്കിൽ അവിടെ 1.5 വരും. 17 എക്സാമ്പിൾസ് ഏതൊക്കെ നിങ്ങൾക്ക് പറയൂ. അതായത് O2 മൈനസ് ആണെങ്കിൽ, O2 മൈനസ് ആണെങ്കിൽ അവിടെ 17 ഇലക്ട്രോൺസ് ആണ് അതിലുള്ളത്. ഓക്കെ. ഇനി എന്ത് 18 ആണെങ്കിലോ, 18 ആണെങ്കിൽ അവിടെ ഒരു ബോണ്ട് ഓർബിറ്റിലാണ്, സോറി ബോണ്ട് ഓർഡർ 1 വരുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എന്ത് 18 വരുന്ന കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കൂ, നമ്മുടെ F2 എന്താണ്, അതിന് 18. ദെൻ O2 2 മൈനസ് നോക്കൂ, O2 എന്ന് പറഞ്ഞാൽ അതിൽ 16, 2 മൈനസ് ആണ് 18 വരും. ഓക്കെ. ദെൻ വേറെ ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം എക്സാമിന് എന്ത് ഇത് വെച്ചുകൊണ്ട് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതിലെ പറഞ്ഞ ഷേപ്പുകളോ മറ്റു കാര്യങ്ങളോ അറിയാത്തുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ ഷേപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഞാൻ കവർ ചെയ്യാണ്. അതായത് നമ്മുടെ VSEPR തിയറി ആവട്ടെ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ആവട്ടെ, അതിൽ ഓരോ ഷേപ്പുകളുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ഇലക്ട്രോൺ പെയറിന്റെ എണ്ണം അല്ലെങ്കിൽ നമ്മുടെ ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ നോക്കുകയാണെങ്കിൽ, സമ്മ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഇലക്ട്രോൺ പെയർ കിട്ടുമല്ലോ. അതിന്റെ എണ്ണം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, 2 വരുന്നതെങ്കിൽ അവിടെ വരുന്നത് എന്താണ്, അവിടെ വരുന്നത് ലീനിയർ ആണ് വരുന്നത്. ഓക്കെ, ലീനിയർ ആണ് വരുന്നത്. അതിന്റെ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അതായത് CO2-ലൊക്കെയുള്ള എക്സാമ്പിൾ. ഇനി 3 വരുന്നതെങ്കിൽ, 3 ഇലക്ട്രോൺ പെയർ ആണ് എങ്കിൽ അവിടെ നമുക്ക് എന്ത് 3 ബോണ്ട് പെയർ ആണ് വരുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് കിട്ടുക. അതേസമയം 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്താണ്, അതിൽ നോക്കുക, ഈ ഒരു സാധനം നേരെ ലോൺ പെയർ ആയി പോയാൽ ബാക്കി എന്താ റിമൈനിങ് ഉള്ളൂ, ബാക്കി ബെൻഡേ ഉള്ളൂ. മനസ്സിലായോ? ബെൻഡ് അല്ലെങ്കിൽ എന്താ പറയാ ആംഗുലാർ ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ് എന്നൊക്കെ പറയാം. അത് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ V ആയല്ലോ, അപ്പൊ V ഷേപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് നമ്മുടെ 4 വരികയാണെങ്കിൽ, 4 ടോട്ടൽ ഇലക്ട്രോൺ പെയറിന്റെ എണ്ണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എന്ത് 4 ബോണ്ട് പെയർ ആണ് വരുന്നത്. CH4ന്റെ കേസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നതാണ് എന്ത് നമ്മുടെ ഈ കേസ്. ഓക്കെ, അതായത് ടെട്രാ ഹീഡ്രൽ കേസ്. ഇനി എന്ത്, ഇനി അതിൽ തന്നെ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ ഇതിൽ ഒരാൾ എന്തായിട്ട് മാറും, ഒരാള് ലോൺ പെയർ ആണല്ലോ. അപ്പൊ ഇതിന്റെ ബാക്കി റിമൈനിങ് ഷേപ്പ് പറഞ്ഞാൽ എന്താണ്, പിരമിഡൽ ഷേപ്പ് ആണ് വരുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ പിരമിഡൽ ഷേപ്പ് ആണ് എന്ത് വരുന്നത്, അതായത് നമ്മുടെ NH3ന്റെ കേസ്. ഇനി അടുത്തൊരു കേസ് കൂടെ ഉണ്ട്, എന്ത് 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും വരാം, നമ്മുടെ H2ന്റെ കേസ്. അപ്പൊ ഇതില് ഒരാൾ എന്തായി മാറും, ഈ ആള് കൂടെ ലോൺ പെയർ ആയി മാറും. ഓക്കെ, ഇയാളുടെ ലോൺ പെയർ ആയി കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് എന്താ ഉള്ളത്, ബാക്കി റിമൈനിങ് നമുക്ക് എന്ത് ഇങ്ങനെ ബെൻഡ് ഷേപ്പ് ആയി കിട്ടുക, അതാണ് നമ്മുടെ H2ന്റെ ഷേപ്പ്. ഇനി 5 ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, 5 ആണെങ്കിൽ അവിടെ നമ്മുടെ ഷേപ്പ് എങ്ങനെ വരും, ട്രയഗണൽ ബൈ പിരമിഡൽ, PCl5ന്റെ ഒക്കെ സ്ട്രക്ചർ. അത് വരക്കാൻ ബുദ്ധിമുട്ടില്ല. എന്താ ഇങ്ങനെയാണ് എന്ത് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിയാം 5 ബോണ്ട് പെയർ ആണ് ഇങ്ങനെ വരിക. ഇനി എന്ത് 4 ബോണ്ട് പെയറും 1 ലോൺ പെയർ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരാളെ ലോൺ പെയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് ഷേപ്പ് ആണ് എന്ത് വരുന്നത്, നമ്മുടെ സീസോന്റെ ഷേപ്പ്, ഇങ്ങനെ സീസോ ഷേപ്പ് വരുന്നത്. ഓക്കെ, ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും ആണെങ്കിൽ, ഈ കേസിലാണെങ്കിൽ നിങ്ങൾ എന്ത് ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഷേപ്പ് എങ്ങനെ വരും, T ഷേപ്പ് ആണ് വരിക. അതായത് ഇയാള് ലോൺ പെയർ, ഇയാള് ലോൺ പെയർ, ബാക്കി റിമൈനിങ് ഉള്ള ഷേപ്പ് ആണ് എന്ത് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ആണ് വരിക. ഇതാണ് T ഷേപ്പ്. ഓക്കെ, ഇതാണ് നമ്മൾ T ഷേപ്പ്. അതേത് കേസിലെ വന്ന മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കൂ, ഇനി 6 കേസ്, 6 പെയർ വരുന്ന ഏതൊക്കെയാണ്, ഒന്ന് 6 ബോണ്ട് പെയർ ആണെങ്കിൽ അവിടെ വരുന്ന ഷേപ്പാണ് നമ്മുടെ ടെട്രാഹീഡ്രൽ ഷേപ്പ്. ഓക്കെ, ടെട്രാഹീഡ്രൽ ഷേപ്പ് ആണ് അവിടെ വരുന്നത്. ഇനി അതിലൊന്ന് എന്താ പറയാ 5 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ലോൺ പെയർ ആക്കി മാറ്റുക. അപ്പൊ ബാക്കി റിമൈനിങ് വരുന്ന എന്താണ് ഷേപ്പ് വരിക,
അതാണ് എന്താ ഈ ഷേപ്പ്. ഓക്കെ, ഈ ഷേപ്പാണ്, അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡൽ ഷേപ്പാണ് വരുന്നത്. ഇനി അതിൽ അടുത്തത് 5 ബോൺ പെയറിന് പകരം 4 ബോൺ പെയറും 2 ലോൺ പെയറും ആണെങ്കിലോ? അപ്പൊ ഈ ഒരു ആളെ കൂടെ എന്ത് ചെയ്യണം നിങ്ങൾ? ലോൺ പെയർ ആക്കി മാറ്റി കഴിഞ്ഞാൽ ബാക്കി ഷേപ്പ് എന്ത് വരും? കണ്ടോ, ഈ ഒരു ഷേപ്പ് വരിക. അതെന്താണ്? ഷേപ്പാണ് നമ്മുടെ ഷേപ്പാണ് സ്ക്വയർ പ്ലെയിനാർ ഷേപ്പ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും സ്ട്രക്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇനി ഇവിടെ പറഞ്ഞ ആ പെയേഴ്സിന്റെ എണ്ണം, അതായത് 2 പെയർ ആണ് വരുന്നതെങ്കിൽ അവിടെ ഹൈബ്രിഡൈസേഷൻ വരെ എത്രയാണ്? SP ഹൈബ്രിഡൈസേഷൻ ആണ്. 3 എണ്ണമാണ് വരുന്നതെങ്കിൽ അവിടെ SP2 ഹൈബ്രിഡൈസേഷൻ ആണ്. 4 ഇലക്ട്രോൺ പെയർ വരികയാണെങ്കിൽ അവിടെ നിങ്ങളവിടെ ലോൺ പെയറിന്റെയും ബോൺ പെയറിന്റെയും ടോട്ടൽ എണ്ണ കേട്ടോ 4 പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ SP3 ആണ് വരിക. ഇനി 5 എണ്ണാണെങ്കിലോ? 5 ആണെങ്കിൽ SP3D. 6 ആണെങ്കിൽ SP3D2 ഹൈബ്രിഡൈസേഷൻ ആണ് കാണപ്പെടുക. നമ്മളിപ്പോ ഈ ലാസ്റ്റ് പറഞ്ഞതൊക്കെ എന്താണ്? SP3D2 തന്നെയാണ്. അതിന്റെ ഡിഫറെന്റ് കേസസ് ആണ് പറഞ്ഞത്. ലോൺ പെയറിന്റെ എണ്ണം മാറുന്നതനുസരിച്ച് അതിന്റെ ഷേപ്പ് മാറും, പക്ഷെ ഹൈബ്രിഡൈസേഷൻ ഒക്കെ എന്താണ്? സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി 7 എണ്ണാണ് വരുന്നതെങ്കിലോ? 7 എണ്ണാണ് വരുന്നതെങ്കിൽ SP3D3. ഓക്കെ, SP3D3. 3 6 7 എണ്ണായി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്ട്രക്ചേഴ്സ് വരുന്നത്. ഈ SP3D3 കാണപ്പെടുന്ന കോമ്പൗണ്ട് ഏതാ, അല്ലെങ്കിൽ മോളിക്യൂൾ ഏതാ? ഒരു എക്സാമ്പിൾ പറയൂ. SP3D3 കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ട്. യെസ്, പറയൂ. നമ്മുടെ IF. ഓക്കെ, IF7. ഇവിടെ നോക്കൂ, അയഡിന്റെ വാലൻസ് എത്രയാണ് വരുന്നത്? A ആണല്ലോ ലാസ്റ്റ് വരുന്നത് അല്ലെ? വാലൻസ് ഇലക്ട്രോൺസ് A എണ്ണാണ് വരുന്നത്. അവിടെ A ഫ്ലോറിനുണ്ട്. അപ്പൊ A എണ്ണം ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബോണ്ടിങ് പെയേഴ്സ് എത്ര വരുന്നുണ്ട്? A എണ്ണം വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ A എണ്ണം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? SP3D3 ആണ് വരുന്നത്. ഇനി ഇതിന്റെ സ്ട്രക്ചർ എന്താണ്? ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് എന്താ? യെസ്, പെന്റഗണൽ ബൈ പിരമിഡൽ ആട്ടോ. പെന്റഗണൽ ബൈ പിരമിഡൽ. ഓക്കെ, അതായത് ഒരു പെന്റഗൺ ആദ്യം വരയ്ക്കുക, എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പെന്റഗൺ ആദ്യം വരച്ചു, ദെൻ പിന്നെ മുകളിലോട്ടും താഴോട്ടും. ഓക്കെ, അപ്പൊ ഇതിപ്പോ IF6 ആണെങ്കിൽ, സോറി IF7 ആണെങ്കിൽ 1 2 3 4 5 6 7 ഇങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയോ? അപ്പൊ ഇത്രയാണ് എന്ത് നമുക്ക് നിലവില് പഠിക്കാനുള്ള ടോപ്പിക്സ്. നമ്മളിപ്പോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാ, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള PYQs നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം എന്തായാലും ഇപ്പൊ ഇത്രയും പറഞ്ഞ തിയറി ഓരോ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയി കവർ ചെയ്യേണ്ട എന്താണ്? അത് പറഞ്ഞ ഷേപ്പ് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കണം. അതിന്റെ എന്താ പറയാ, ബോണ്ട് ഓർഡർ കാണുന്നത്, അല്ലെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രകാരം ബോണ്ട് ഓർഡർ കാണുന്നത്, അതുപോലെ അതിന്റെ പാരാമാഗ്നറ്റിക് ആണോ ഡയമാഗ്നറ്റിക് ആണോ ചെക്ക് ചെയ്യുന്നത്, അതിന്റെ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഓർഡർ, ബോണ്ട് സ്ട്രെങ്ത്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക, മാറിപ്പോരുത്. പിന്നെ ഹൈബ്രിഡൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും ലോൺ പെയറും ബോണ്ട് പെയർ ഒക്കെ വരുന്ന കേസ് ആണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഹൈബ്രിഡൈസേഷനും അതിന്റെ ഷേപ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. പിന്നെ VSEP തിയറിയും ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഷേപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. അതൊന്ന് കറക്റ്റ് ആ ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യാ? പഠിച്ചാൽ മതിയാകും. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? PYQs ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.